മക്കളെ ഫിൻവേഴ്സ് ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ ഫിൻ ടെസ്റ്റിൻ്റെ മെഗാ ടെസ്റ്റ് 2 ഫിൻ ടെസ്റ്റ് 2ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ആൻസേഴ്സൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഇതിൻ്റെ ആൻസേഴ്സ് വരുന്നതെന്നൊക്കെ കറക്റ്റ് നോക്കാവുന്നത് ആണ് കേട്ടോ. നോക്കാം. നമുക്ക് ആദ്യം വരുന്നത് നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല, ഈസി ആയിട്ട് കിട്ടാവുന്നത് തന്നെയാണെന്നാണ് വിചാരിക്കുന്നത്. നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇപ്രാവശ്യത്തെ ടെസ്റ്റിന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ആൻസേഴ്സ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഫെറോ മാഗ്നറ്റിക് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. നമ്മുടെ മാഗ്നറ്റിസം എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലുള്ള ഫെറോ മാഗ്നറ്റിസം എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്റ്റിങ്വിഷ് വരുന്നതിൽ എക്സാമ്പിൾസ് ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം ഫെറോ മാഗ്നറ്റിക് അല്ലാത്തത് എന്ന് പറയുമ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് ഓപ്ഷൻ എ പറഞ്ഞിട്ടുള്ളത് അയൺ തന്നിട്ടുണ്ട്, ഓപ്ഷൻ ബി ബിസ്മത്ത് തന്നിട്ടുണ്ട്, പിന്നെ കൊബാൾട്ട് നിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൽ ഓപ്ഷൻ ബി ആണ്, ബിസ്മത്താണ് ഫെറോ മാഗ്നറ്റിക് അല്ലാതെയായിട്ട് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അത് വരുന്നത് ഡയാമാഗ്നറ്റിക് ആയിട്ട് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റിനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എക്സാമ്പിൾസ് നോക്കിയാൽ മതി. ഫെറോ കേട്ടോ. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാമത്തെ വരുന്നത് നമ്മളെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ ഉള്ളതാണ് എന്നുള്ളതാണ്. ഓക്കെ, എ മാഗ്നറ്റ് മൂവ് ടുവേർഡ്സ് എ കോയിൽ. ഓക്കെ, അതിൽ രണ്ട് രീതിയിലാണ് ഒരു കോയിലിൻ്റെ അടുത്തേക്ക് മാഗ്നറ്റ് മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, മാഗ്നറ്റ് മൂവ്സ് ടുവേർഡ്സ് ദ കോയിൽ. എങ്ങനെയൊക്കെയാണ് നോക്കാം. ഒന്നാമത്തെ ക്വിക്ക്ലി എന്ന് പറയുന്നുണ്ട്, പെട്ടെന്ന് നല്ല സ്പീഡിൽ മൂവ്മെൻറ്റ് നടത്തുന്നു എന്നതാണ്. രണ്ടാമത്തെ സ്ലോവിലി എന്നുള്ളതാണ് പറയുന്നത്, വളരെ സ്ലോ ആയിട്ട് കോയിലിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ദെൻ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഏതിലാണ് കൂടുതൽ കുറവ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു കോയിലിൻ്റെ അടുത്തേക്ക് മാഗ്നറ്റ് മൂവ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞത്. നോർത്ത് സൗത്ത് എന്നൊന്നുമില്ല, കോയിലിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഏതാണെന്ന് വെച്ചാലും അതിൽ നമ്മൾ ഒരു പോയിന്റ് പഠിക്കുന്നുണ്ട്. സ്പീഡിൽ മൂവ് ചെയ്യുമ്പോൾ, മാഗ്നറ്റ് സ്പീഡിൽ മൂവ് ചെയ്യുന്ന സമയത്ത് കോയിലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഗാൽവനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ നന്നായിട്ട് കൂടുന്നു എന്നുള്ളതും, മാഗ്നറ്റ് മെല്ലെ മൂവ് ചെയ്യുന്ന സമയത്ത് ഗാൽവനോമീറ്ററിലെ ഡിഫ്ലക്ഷൻ കുറവായിരിക്കും എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആ എക്സ്പെരിമെൻറ്റിൽ കേട്ടോ. ഫാരഡേസ് ആൻഡ് ഹെൻറീസ് എക്സ്പെരിമെൻ്റ് എന്നിട്ടുള്ള ഭാഗത്ത്. ഓക്കെ, അപ്പോൾ ഇത് മാഗ്നറ്റ് പതിയെ മൂവ് ചെയ്യുന്ന സമയത്ത് ആ കോയിലിൽ ചെറിയ ഒരു കറണ്ടായിരിക്കും ഇൻഡ്യൂസ് ചെയ്യുക, നല്ല സ്പീഡിൽ മൂവ് ചെയ്യുന്ന സമയത്ത് വലിയ കറണ്ടും ഇൻഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കൂടുതലായിരിക്കും കുറവായിരിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് ഓപ്ഷൻ വന്നിട്ട് ഉള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ലാർജർ ഇൻ കേസ് 1, അതായത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഒന്നാമത്തെ കേസിലാണ് കൂടുതൽ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. രണ്ടാമത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് സ്മാളർ ഇൻ കേസ് 1. കേസ് 1 മീൻസ് ഈ ക്വിക്ക്ലി മൂവ് ചെയ്യുന്ന സമയത്ത്, അതാണ് കേസ് 1 എന്ന് പറയുന്നത് അല്ലേ. ക്വിക്ക്ലി മൂവ് ചെയ്യുന്ന സമയത്ത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് സ്മാളർ ആയിരിക്കും എന്നുള്ളതാണ് കേസ് ബി, എന്താ പറയുക, ഓപ്ഷൻ ബി പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തത് ഈക്വൽ ഇൻ ബോത്ത് കേസസ്, അതായത് സ്പീഡ് മൂവ് ചെയ്യുന്ന സമയത്തും സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന സമയത്തും ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത് രണ്ട് കേസിലും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. മൂന്നാമത്തത് ഗ്രേറ്റർ ഓർ സ്മാളർ ഡിപ്പെൻഡിങ് അപ്പോൺ ദ റേഡിയസ് ഓഫ് ദ കോയിൽ എന്നുള്ളതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ക്വിക്ക്ലി മൂവ് ചെയ്യുന്നു, സ്ലോവിലി മൂവ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കേസ് 1 എന്ന് പറയുമ്പോൾ ക്വിക്ക്ലി മൂവ്മെൻറ്റ് മാത്രം എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ക്വിക്ക്ലി മൂവ്മെൻറ്റിൻ്റെ കേസിൽ മാത്രമേ ഒരു കേസ് മാത്രമേ നമ്മൾ നോക്കേണ്ടതുള്ളൂ. ആ സമയത്ത് ലാർജർ ഇൻ കേസ് 1 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് മൂവ് ചെയ്യുന്ന സമയത്ത് വലിയൊരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഡെവലപ്ഡ് ആവുന്നു എന്നാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ കപ്പാസിറ്റർ ആക്ട് ആസ് ആൻ ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ഫോർ എന്ന് പറഞ്ഞിട്ടാണ്. ഇത് നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, കപ്പാസിറ്റർ ആക്ട് ആസ് ഇൻഫിനിറ്റ് റെസിസ്റ്റർ ഫോർ ഡി സി, എ സി ആസ് വെൽ ആസ് ഐദർ എ സി ഓർ ഡി സി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ആൻസർ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ കപ്പാസിറ്ററിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ ഒന്ന് നോക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എ സി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ
റെസിസ്റ്റർ സർക്യൂട്ട്, കപ്പാസിറ്റർ സർക്യൂട്ട്, ഇൻഡക്ടർ സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ 3 സർക്യൂട്ടുകൾ പഠിക്കുന്നുണ്ട് അല്ലേ. അതിൽ കപ്പാസിറ്റർ സർക്യൂട്ടിൻ്റെ ഇക്വേഷൻ വരുന്നത്, കപ്പാസിറ്റർ സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ വരുന്നത് എക്സ് സി ഈക്വൽ ടു 1/c ഒമേഗ എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, ഒമേഗയ്ക്ക് 2π ന്യൂ എന്ന് നമുക്ക് കൊടുക്കാം, ഫ്രീക്വൻസി 2π ന്യൂ എന്ന് കൊടുക്കാം അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് സി ഈക്വൽ ടു 1/c ഇൻറ്റു 2π ന്യൂ എന്നുള്ളതായി അല്ലേ. ഒമേഗ ഈക്വൽ ടു 2π ന്യൂ. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് കാണാം എക്സ് സി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഫ്രീക്വൻസി എന്ന് കാണാം അല്ലേ. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസിയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ എക്സ് സി എന്ന് പറഞ്ഞിട്ടുള്ള റെസിസ്റ്റൻസ് കുറവായിരിക്കും എന്നുള്ളതും, ഫ്രീക്വൻസി കുറവാണെങ്കിൽ എക്സ് സി എന്നിട്ടുള്ള റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് കണ്ടന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇവിടെ ഡി സി എ സി എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് സിമ്പിളാണ്. ഡി സിയും എ സി നോക്കുകയാണെങ്കിൽ എ സിക്കാണ് ഫ്രീക്വൻസി ഉള്ളത് എന്ന് നമുക്കറിയാം. ഡി സിക്ക് ഫ്രീക്വൻസി ഇല്ല, മീൻസ് സ്മോൾ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാം. ഓക്കെ, സ്മോൾ എന്നുള്ളതല്ല, 0 എന്ന് തന്നെ പറയുക കേട്ടോ. ഇപ്പോൾ തിയററ്റിക്കലി നമ്മൾ പറയുക 0 എന്ന്. അപ്പോൾ ഫ്രീക്വൻസി 0 ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ലെസ് ആവുന്ന സമയത്ത് റെസിസ്റ്റൻസ് കൂടും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഡി സിൻ്റെ കേസിൽ ഫ്രീക്വൻസി ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഫ്രീക്വൻസി സ്മാൾ ആയതുകൊണ്ട്, ഓക്കെ 0 ആയതുകൊണ്ട് അവിടെയുള്ള ഈ പറഞ്ഞ പിന്നെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി കുറയുമ്പോൾ എക്സ് സി എന്ന് പറഞ്ഞിട്ടുള്ള റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എക്സ് സി കൂടുതലായിട്ട് വരുന്നത്, ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സ് സി വരുന്നത് ഡി സിയിൽ ആണ് എന്നുള്ളത് ആണ് കേട്ടോ. അപ്പോൾ ഡി സി ആണ് ഓപ്ഷൻ കറക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മുടെ എ സി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് മൾട്ടിപ്പിൾ ചോയ്സിൽ വരുന്ന സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിക്സിലെ ക്വസ്റ്റ്യൻ ആണിത് എന്നുള്ളത്. ഓക്കെ, ഒപ്റ്റിക്സിലെ നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് നോക്കാം. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് ഈസ് 2 × 10⁸ മീറ്റർ/സെക്കൻഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഈ പിന്നെ നമ്മൾ എയറും അതുപോലെ തന്നെ ഗ്ലാസും, ഓക്കെ 2 മീഡിയങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ മീഡിയത്തിൽ നിന്ന് ഇങ്ങനെ ഗ്ലാസ്സിലേക്ക് പോകുമ്പോൾ റിഫ്രാക്റ്റ് ചെയ്തിട്ടൊക്കെ പോവുകയാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പോൾ എയറിലുള്ള സ്പീഡിനെ നമ്മൾ സി എന്നാണ് പറയുക അല്ലേ. സിയുടെ വാല്യൂ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് എന്നാണ് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഗ്ലാസ്സിലുള്ള സ്പീഡാണ് തന്നിട്ടുള്ളത്, ദാറ്റ് ഈസ് v ഈക്വൽ ടു 2 × 10⁸ എന്നും തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, മീറ്റർ/സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഒരു ഇക്വേഷൻ ഉണ്ട്, എന്നിന് ഒരു ഇക്വേഷൻ ഉണ്ട്, സിയും വിയും വെച്ചിട്ട് നമുക്കറിയാം n ഈക്വൽ ടു c/v എന്നുള്ളതാണ് ഇക്വേഷൻ അല്ലേ. ഓക്കെ, അപ്പം വിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, ഗ്ലാസ്സിലെ സ്പീഡ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാവുന്നതാണ് അല്ലേ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഗ്ലാസ് കണ്ടുപിടിക്കാവുന്നതാണ്. ദാറ്റ് ഈസ് n ഈക്വൽ ടു സിയുടെ വാല്യൂ 3 × 10⁸ ഡിവൈഡ് ബൈ വിയുടെ വാല്യൂ 2 × 10⁸ അല്ലേ. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10⁸ പോയി, അപ്പോൾ 3/2 എന്ന് വന്നു അല്ലേ. 3/2 മീൻസ് 1.5. ഓക്കെ, ആൻസർ ഇതിൻ്റെത് 1.5 എന്നുള്ളത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ബിക്കോസ് ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോൺസ്റ്റൻ്റ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് 1.5. എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആകുമ്പോൾ 1. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 4/3 ഓർ 1.33. പിന്നെ നമ്മൾ ഡയമണ്ടിൻ്റെ 2.42 എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ വ്യത്യസ്തമായിട്ട് നമ്മൾ കാണാപ്പാഠം പഠിക്കേണ്ട ഭാഗങ്ങൾ. എന്താണെന്ന് വെച്ചാൽ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ 1.5 കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തു കേട്ടോ. ഇത്രയാണ് ഈ 4th ക്വസ്റ്റിനെ കുറിച്ച് പറയാൻ ഉള്ളത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി 5th ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ മക്കളെ, 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ 5th ക്വസ്റ്റ്യനിൽ ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ എന്നാണ്. അതിൽ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് EM വേവ് ഈസ് ഗിവൺ ബൈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ഒക്കെ ആയിട്ടാണ് പോകുന്നത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഓക്കെ, അങ്ങനെയാണെന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഇങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ഇങ്ങനെയാണ്. അപ്പോൾ രണ്ടും ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണെന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. ഇനി ഈ 2 വൈബ്രേഷനും പെർപെൻഡിക്കുലർ ആണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് x ആക്സിസിൽ വൈബ്രേറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് y ആക്സിസ് ആണെങ്കിൽ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ z ആക്സിസ് ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ
ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് EM wave is given by E dot B E cross B E plus B E എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് E cross B എന്നുള്ളതാണ്. ബിക്കോസ് ക്രോസ് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ക്വാണ്ടിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ രണ്ട് വെക്റ്റേഴ്സിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. മീൻസ് ഇക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ട് വരിക എന്ന് പറയുമ്പോഴാണ് നമ്മുടെ പിന്നെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ, മീൻസ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ്റെ ഡയറക്ഷൻ എന്താ പറയുക, പ്രൊപ്പഗേഷൻ്റെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ പ്രൊപ്പഗേഷൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ EM വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് ചാർജിൽ വേരിയേഷൻ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഓസിലേഷൻ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ആക്സിലറേഷൻ സംഭവിക്കുമ്പോൾ എന്നൊക്കെയാണ് പറയുക കേട്ടോ. അപ്പോൾ ഇവിടെ ഓപ്ഷനിലുള്ളത് നോക്കാം. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ സ്റ്റേഷനറി ചാർജസ് അല്ല, ചാർജസ് സ്റ്റേഷനറി ആകുമ്പോഴല്ല, ചാർജസ് വിത്ത് യൂണിഫോം മോഷനും അല്ല. യൂണിഫോം മോഷൻ ആവാൻ പറ്റില്ല. യൂണിഫോം മോഷനിൽ ആക്സിലറേഷൻ ഇല്ലല്ലോ, ചേഞ്ച് വേരിയേഷൻ ഇല്ലല്ലോ. ഓക്കെ, അത് പറ്റില്ല. ആക്സിലറേറ്റഡ് ചാർജസ് എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ആക്സിലറേറ്റഡ് ചാർജ് കൊണ്ടാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോഴ്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ ആക്സിലറേറ്റിംഗ് ചാർജ് എന്നുള്ളതാണ് പോയിന്റ്. ഓക്കെ, കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകിച്ചൊന്നും പറയാൻ ഇല്ലാത്തതാണ്. ഓക്കെ, ഇനി അടുത്തത് 7th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആർ ഡിസ്കവേർഡ് ബൈ. ഇതൊക്കെ ആർക്കും പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാവുന്ന പോയിന്റാണ്. ബിക്കോസ് ഈ ചാപ്റ്ററിൽ ഹേർഡ്സ് എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് നമ്മൾ ഡിസ്കഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ കാണാം ഹെൻറിച്ച് ഹേർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. ഐൻസ്റ്റീൻ, ഡി ബ്രോഗ്ലി, ന്യൂട്ടൺ എന്നൊക്കെ ഓപ്ഷനിൽ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഹേർഡ്സ് ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും അടുത്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇതോടുകൂടി നമ്മുടെ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ സെക്ഷൻ ബി സെക്ഷനിലാണ് പോകുന്നത്. അവിടെ നിങ്ങൾക്ക് കാണാം 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതേതൊക്കെ നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് സ്റ്റേറ്റ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം എന്ന് പറയുന്നതാണ് അല്ലേ. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ് ഗോസ് ലോ ഇൻ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. മാഗ്നറ്റിസം എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററത്തെ ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ആൻസർ ആണത് അല്ലേ. ഓക്കെ, ബിക്കോസ് ഗോസ് തിയറം നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലും പഠിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ മാഗ്നറ്റിസത്തിലും വരുന്ന ഒരു ഭാഗം ആണെന്നുള്ളതാണ്. അപ്പോൾ പല രീതിയിൽ ഇതിന് സ്റ്റേറ്റ്മെൻറ്റ് പറയാവുന്നത് ആണ്. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയാറുണ്ട്, ഇൻ്റഗ്രൽ ഈ ബി ഡോട്ട് ഡി എസ് ഈക്വൽ ടു 0 എന്നുള്ള രീതിയിൽ പറയാറ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, എങ്ങനെയാണ് വാക്ക് പ്രയോഗിക്കുക എന്ന് ഞാൻ പറഞ്ഞുതരാം, എന്താ അതിൻ്റെ മീനിങ് എന്നും പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാറ് ഉണ്ട്. അല്ലെങ്കിൽ ഇൻ്റഗ്രലിന് പകരം ഡെൽറ്റ ഇട്ടിട്ടും ഡെൽറ്റ അല്ല സിഗ്മ ഇട്ടിട്ടും പറയാവുന്നതാണ്. അപ്പോൾ സിഗ്മ ഇട്ടിട്ട് പറയുകയാണെങ്കിൽ സിഗ്മ ബി ഡോട്ട് ഡെൽറ്റ എസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടാണ് അത് പോവുക കേട്ടോ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ പറയാറ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് ആണ് നമുക്കറിയാം അല്ലേ. ഓക്കെ, മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഇക്വേഷനാണ് ഫൈ ഈക്വൽ ടു ബി ഡോട്ട് ഡി എസ് എന്നൊക്കെ പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് ആണ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്ലക്സ് ഈക്വൽ ടു 0 എന്നുള്ളത് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ പറയാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയാറ് ഉണ്ട്. എങ്ങനെയെന്നോ, സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഡി എസ് വരുമ്പോൾ സർഫസ് ഇൻ്റഗ്രൽ എന്നാ പറയുക കേട്ടോ. സർഫസ് ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ എ ക്ലോസ്ഡ് സർഫസ് ഈക്വൽ ടു 0 എന്ന് പറയാറ് ഉണ്ട് കേട്ടോ. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിന് അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഒരു മാഗ്നറ്റ് എടുക്കുകയാണെങ്കിൽ നോർത്ത് സൗത്ത് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും 2 പോൾസ് ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, ഒരു പോള് മാത്രമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു നോർത്ത് പോള് മാത്രമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. 2 പോൾസ് ഉണ്ടാവുന്നുള്ള. എപ്പോൾ ഒരു മാഗ്നറ്റ് മുറുക്കുകയാണെങ്കിലും അതിന് നോർത്തും സൗത്തും ഉണ്ടാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡൈപോളായിട്ടാണ് പോൾസ് എക്സിസ്റ്റ് ചെയ്യുക. മോണോപോൾസ് എന്ന് പറഞ്ഞിട്ട് സിംഗിൾ പോള് നിലനിൽക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇതിനർത്ഥം. അപ്പോൾ നമ്മൾ പറയേണ്ടത് ഇതിൻ്റെ മീനിങ് ദാറ്റ് ഈസ്
മോണോപോൾസ് ഡു നോട്ട് എക്സിസ്റ്റ്, പോൾസ് ആൾവേസ് ഇൻ പെയേഴ്സ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഡൈപോൾസ് എന്നൊക്കെ പേര് പറയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ഇക്വേഷൻ രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് പറയാം. ഇനി അതല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാം, ഫ്ലക്സ് ഈക്വൽ ടു 0 എന്നുള്ള രീതിയിലും പറയാം. അതായത് നമ്മൾ പണ്ട് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പറഞ്ഞ പോലെ ടോട്ടൽ ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ടോട്ടൽ ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പറഞ്ഞ പോലെ ഇവിടെ പറയുകയാണെങ്കിൽ ടോട്ടൽ ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് അറൗണ്ട് ദ മാഗ്നറ്റ് കേട്ടോ. ഒരു മാഗ്നറ്റിന് ചുറ്റും ഒരു ക്ലോസ്ഡ് സർഫസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പുറത്തേക്കുള്ള ഫ്ലക്സ് ഫൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞുകൊണ്ടും പറയാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു ക്ലോസ്ഡ് സർഫസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പുറത്തേക്കുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ഈക്വൽ ടു 0. അപ്പോൾ അത് സെൻറ്റൻസ് പറയുക, അക്കോർഡിംഗ് ടു ഗോസ് തിയറം ടോട്ടൽ ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് അറൗണ്ട് എ മാഗ്നറ്റ് ഈസ് 0 എന്ന് പറഞ്ഞുകൊണ്ടും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഏത് രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ബി ഡോട്ട് ഡി എസ് ഈക്വൽ ടു 0 എന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. ഇതാണ് ഗോസ് തിയറം ഇൻ മാഗ്നറ്റിസം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ മോണോപോൾസ് ഡു നോട്ട് എക്സിസ്റ്റ്, പോൾസ് ആൾവേസ് ഇൻ പെയേഴ്സ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ മീനിങ് തന്നെ ആണ് എന്നാണ് കേട്ടോ. ശരി, ഇനി അടുത്തത് ഡിറൈവ് എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്റ്റർ ഇത് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലുള്ള EMI എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ ഉള്ളതാണ്. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോയിൽ നമ്മൾ എടുക്കുന്നു. ഓക്കെ, കറണ്ട് ക്യാരിങ് കോയിൽ എടുക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എനർജി അതിനെ നമ്മൾ പറയുക മാഗ്നറ്റിക് എനർജി എന്നാണ് പറയുക. ഇങ്ങനെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഒക്കെ ഇങ്ങനെ ചുറ്റും വരച്ചിട്ട് മാഗ്നറ്റിക് എനർജി എന്നാണ് പറയുക. ആ മാഗ്നറ്റിക് എനർജി ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ് ഇക്വേഷൻ കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കതിൻ്റെ കുറച്ച് ബേസിക് അറിയണം. പവർ P ഈക്വൽ ടു വർക്ക് ബൈ ടൈം എന്നുള്ള ബേസിക് ഇക്വേഷൻ നമുക്കറിയാം. അതിൽ നിന്ന് വർക്ക് ഡൺ ഈക്വൽ ടു പവർ ഇൻറ്റു ടി എന്ന് എഴുതാം. ഓക്കെ, പവർ ഇൻറ്റു ടി എന്ന് എഴുതാം, ടി എന്ന് എഴുതാം. ഇനി അതിനെ പവറിനെ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്നുള്ള രീതിയിൽ എഴുതുകയാണെങ്കിൽ P ഈക്വൽ ടു വി ഇൻറ്റു ഐ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പവർ P ഈക്വൽ ടു വി ഇൻറ്റു ഐ. അതിവിടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, W ഈക്വൽ ടു വി ഐ ഇൻറ്റു ടി എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി വിക്ക് നമുക്ക് എപ്സിലോൺ എന്ന് കൊടുക്കാം. കാരണം ഈ ചാപ്റ്ററിൽ വോൾട്ടേജിന് ഇൻഡ്യൂസ്ഡ് EMF എന്നാണ് പറയുക അല്ലേ. ഓക്കെ, അതുകൊണ്ട് തന്നെ വിക്ക് എപ്സിലോൺ എന്ന് കൊടുക്കുകയെന്ന് വെച്ചാൽ W ഈക്വൽ ടു എപ്സിലോൺ ഐ ടി എന്നുള്ള രീതിയിൽ നമുക്ക് പറയാവുന്നത് ആണ്. ഓക്കെ, അപ്പം ഇത് വർക്ക് ഡണ്ടെ ഇക്വേഷൻ ആണ്. ഇതിൽ നിന്നാണ് നമ്മൾ ഈ എനർജി ഡിറൈവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കറണ്ട് ഈ കോയിൽ കൂടെ കടന്നു പോകുമ്പോൾ ചെറിയ വർക്ക് ഡൺ ആണ് നമ്മൾ ആദ്യം എഴുതാൻ പോകുന്നത്. എനർജിയാണ്, അതിനെ നമ്മൾ വർക്ക് ഡൺ എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. ചെറിയ വർക്ക് ഡണ്ടെ ഇക്വേഷൻ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത് കേട്ടോ, കറണ്ട് കടന്നു പോകുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എഴുതാൻ പോകുന്നത് ചെറിയ ടൈമിലേക്ക് വേണ്ടിയിട്ടുള്ള വർക്ക് ഡണ്ടെ ഇക്വേഷൻ ഇങ്ങനെയാണ് എഴുതുക. DW ഈക്വൽ ടു എപ്സിലോൺ അങ്ങനെ തന്നെയാണ്, ഐ അങ്ങനെ തന്നെയാണ്. ഓക്കെ, പിന്നെ സമയം DT എന്നുള്ള രീതിയിൽ കൊടുക്കണം കേട്ടോ. ഒരു ചെറിയ സമയത്തുള്ള ചെറിയ വർക്ക് ഡൺ അതിൽ ഉള്ളത് എനർജി അല്ലെങ്കിൽ കോയിലുള്ള വർക്ക് ഡൺ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതാം. ഇനി എപ്സിലോണിൻ്റെ ഇക്വേഷൻ, അതായത് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. എപ്സിലോൺ ഈക്വൽ ടു -LdI/dt എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ചാപ്റ്ററിൽ കേട്ടോ. അത് നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ ഡിറൈവ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അന്നേരം ഞാനിത് എങ്ങനെ വന്നതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിന്ന് ഈ നെഗറ്റീവ് സൈനായിട്ട് ഒഴിവാക്കാം. ബിക്കോസ് എനർജി നെഗറ്റീവായിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ഇല്ല നമുക്കറിയാം. അതുകൊണ്ട് നെഗറ്റീവായിട്ട് ഒഴിവാക്കുകയാണെങ്കിൽ എപ്സിലോൺ ഈക്വൽ ടു LdI/dt എന്ന് എടുക്കാം. ഓക്കെ, ഈ വാല്യൂ ഇവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മാറ്റി എഴുതാം. DW ഈക്വൽ ടു എപ്സിലോൺ എന്ന് കാണുന്നിടത്ത് LdI/dt എന്ന് കൊടുക്കാം. പിന്നെ ഐ ഉണ്ട് അവിടെ, DT ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ DTയും DTയും ക്യാൻസൽ ചെയ്യുകയാണെന്ന് വെച്ചാൽ DW ഈക്വൽ ടു LI ആദ്യം എഴുതാം, പിന്നെ DI എഴുതാം. ഓക്കെ, ഇങ്ങനെ എഴുതാം. ഇതാണ് ചെറിയ വർക്ക് ഡണ്ടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ചെറിയ വർക്ക് ഡൺ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ചെറിയ ചെറിയ വർക്ക് ഡൺ ഉണ്ടാവും അല്ലേ. ഓക്കെ, അങ്ങനെ വെച്ചാൽ ടോട്ടൽ വർക്ക് ഡൺ കിട്ടുകയെന്ന് വെച്ചാൽ ഇൻറ്റഗ്രേഷൻ നടത്തുകയാണ് നമ്മൾ ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ W ഈക്വൽ ടു പറയുകയാണെങ്കിൽ ഇൻറ്റഗ്രൽ LIDI എന്ന് പറയാം അല്ലേ. ഓക്കെ, ഇൻറ്റഗ്രൽ DW എന്നാണ് പറയുക അല്ലേ. ഓക്കെ, അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അങ്ങനെയാണെന്ന് വെച്ചാൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എല്ലിനെ പുറത്തേക്ക് എടുക്കാം. സോ W ഈക്വൽ ടു എല്ലിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുക ഇൻറ്റഗ്രൽ IDI എന്നുള്ളതാണ്. ഓക്കെ, ഇൻറ്റഗ്രൽ IDIൻ്റെ വാല്യൂ എന്ന് പറയുന്നത്
I²/2 എന്ന് പറയും അല്ലേ. ഇൻ്റഗ്രൽ x⁻n dx = x⁻n+1 / n+1 അനുസരിച്ച് ഇത് എഴുതുകയാണെങ്കിൽ പവർ 1 ആണ് ഇവിടെ. അപ്പോൾ ഒന്ന് കൂട്ടി എഴുതണം എന്നാണ് പറയുക അല്ലേ. അപ്പം W = L × I²/2 എന്നാണ് പറയുക. ഓക്കെ, അത് നമ്മൾ ഷോർട്ടാക്കുകയാണെന്ന് വെച്ചാൽ W = ½ കൊടുക്കാം, ½ പിന്നെ L ഉണ്ട് പിന്നെ I². ഓക്കെ, I². ഇതാണ് വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ. ഈ വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ എനർജി U ആയിട്ട് പറയുക. അങ്ങനെയാണെങ്കിൽ U = ½ LI² എന്ന് പറയും കേട്ടോ. ഇതാണ് ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. U = ½ LI² കേട്ടോ. അപ്പോൾ സ്റ്റോർ ചെയ്യുന്ന എനർജി ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി U എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ മാഗ്നറ്റിക് എനർജിയുടെ ഇക്വേഷനാണ്, ഇല്ലെങ്കിൽ ഇൻഡക്ടറിൻ്റെ എനർജിയുടെ ഇക്വേഷൻ ½ LI². ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ശരി. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ് എന്നാണ് പറയുന്നത് അല്ലേ. സോളിനോയിഡിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. അതുക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കോയിൽ നമ്മൾ കൺസിഡർ ചെയ്യുക. കോയിലിൻ്റെ കറണ്ട് I നമ്മൾ കൺസിഡർ ചെയ്യുക. സോളിനോയിഡ് കൂടെ കറണ്ട് കടന്നു പോകുന്നു, I നമ്മൾ കൺസിഡർ ചെയ്യുക. പിന്നെ സോളിനോയിഡിൻ്റെ ലെങ്ത്ത് L ആയിട്ട് നമുക്ക് പരിഗണിക്കാം. അതുപോലെ തന്നെ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്ത് എന്ന് പറയും, സ്മാളർ n എന്ന് പറയും. ഒരു യൂണിറ്റ് ലെങ്ത്തിൽ മീൻസ് L = 1 സെൻറ്റിമീറ്റർ. ഓക്കെ, 1 മീറ്റർ എത്രയാണെന്ന് വെച്ചെടുക്കാം, 1 മില്ലിമീറ്റർ അങ്ങനെ എടുക്കുന്നതിന് ഒരു ചെറിയ ലെങ്ത്തിലുള്ള നമ്പർ ഓഫ് ടേൺസിനെ നമ്മൾ സ്മാളർ n എന്ന് പറയും അല്ലേ. ഓക്കെ, അങ്ങനെ ഇത് വെച്ചിട്ട് നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ ആണ് ഇത് സെൽഫ് ഇൻഡക്റ്റൻസ് ഡിറൈവ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് നമുക്ക് ആദ്യം അറിയണം. ബേസിക് ഇക്വേഷൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്ലക്സ് φ = മാക്സിമം ഫ്ലക്സ് BA എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, BA cos θ എന്നൊക്കെയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ഫ്ലക്സ് ആകുമ്പോൾ BA എന്ന് പറയും അല്ലേ. ഓക്കെ, ഇനി നമ്പർ ഓഫ് ടേൺസ് n കൂടി ഉണ്ടെങ്കിൽ, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ക്യാപിറ്റൽ n കൂടി ഉണ്ടെങ്കിൽ നമുക്ക് n × BA എന്ന് പറയാം അല്ലേ. ഓക്കെ, ഇതാണ് ഫ്ലക്സിൻ്റെ ഒരു ഇക്വേഷൻ. ഓക്കെ, ഇനി ഇൻഡക്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട ഫ്ലക്സിൻ്റെ ഇക്വേഷൻ L × I എന്നും പറയും അല്ലേ. ഫ്ലക്സ് φ = Li. അപ്പോൾ ഇത് രണ്ടും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദ സോളിനോയിഡും കൂടി പിന്നെ വേണം എന്നുള്ളതാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദ സോളിനോയിഡ് നമ്മൾ മൂവിങ് ചാർജസിൽ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മ അറിയില്ല. μ0 Ni എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, μ0 Ni എന്നുള്ള രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മൂന്ന് ഇക്വേഷൻസ് അറിഞ്ഞു കഴിഞ്ഞാലാണ് ഇത് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, എന്നാൽ തുടങ്ങാം നമുക്ക്. ഈ കേസിൽ ഇതുപോലെ തന്നെ നമുക്ക് പറയാം ഫ്ലക്സ് φ = NBA എന്നുള്ളതാണ് ഇക്വേഷൻ അല്ലേ. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ബിയുടെ വാല്യൂ സോളിനോയിഡിൻ്റെ അറിയാമെന്ന് പറഞ്ഞു, μ0 Ni. ആ വാല്യൂ ഇവിടെ കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പുട്ട് B = μ0 Ni നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ഇവിടെ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ ഫ്ലക്സ് φ = മാറ്റി എഴുതാം n × ബിക്ക് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ μ0 Ni × A എന്ന് വന്നു അല്ലേ. ഓക്കെ, സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഇക്വേഷൻ പോകേണ്ടത് ഫ്ലക്സ് φ = Li എന്നുള്ളതാണ്. ഇൻഡക്റ്റൻസ് ആണല്ലോ നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പോൾ വി നോ ഫ്ലക്സ് φ = Li, ഇക്വേഷൻ നമ്പർ 2 കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ LHS ഓഫ് ദ ഇക്വേഷൻസ് ആർ സെയിം, അതുകൊണ്ട് RHS സെയിം ആക്കാം. ഓക്കെ, സോ ഫ്രം ഇക്വേഷൻ 1 and 2, ഫ്രം 1 and 2 നമ്മൾ എഴുതുകയാണെങ്കിൽ Li = n μ0 Nia അല്ലേ. ക്യാൻസൽ ചെയ്യാൻ നമുക്ക് ഐയും കൊണ്ട് കട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ വെച്ചാൽ L = μ0 Nan എന്ന് പറയാം അല്ലേ. ഓക്കെ, ഇനി നമ്പർ ഓഫ് ടേൺസിനെ നമുക്ക് മാറ്റി എഴുതാം. അതായത് ഇത് പല രീതിയിൽ എഴുതാവുന്നതാണ്. ഓക്കെ, അതായത് യൂണിറ്റ് ലെങ്ത്തിലുള്ള നമ്പർ ഓഫ് ടേൺസ് ആണ് സ്മാളർ n, ടോട്ടൽ ലെങ്ത് L ഉണ്ട്. അങ്ങനെയാണെന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസിൻ്റെ ഇക്വേഷൻ n = n × L എന്നാണ് പറയുക കേട്ടോ. ഓക്കെ, അങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് n വേണമെങ്കിൽ n/L എന്ന് പറയാം. അങ്ങനെ വേണമെന്ന് വെച്ചാൽ n-ന് നമ്മൾ n/L എന്ന് കൊടുക്കുകയാണെങ്കിൽ, പിന്നെ പുട്ട് n = n/L കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ L = മാറ്റി എഴുതാം. L = μ0 അതേപോലെ n എന്ന് കാണുന്നിടത്ത് n/L എന്ന് കൊടുക്കുക, പിന്നെ കൂടെ an എന്നുണ്ട് അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യാൻ വെച്ചാൽ L = μ0 n² A/L എന്നും എഴുതാവുന്നത് ആണ് കേട്ടോ.
അപ്പോൾ ഇതാണ് ഇക്വേഷൻ. ഇല്ല ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ വെച്ചാൽ എന്താണ് ബോക്സിലിട്ട് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഇവിടെയും നമുക്ക് ബോക്സിൽ ഇടാവുന്നതാണ്. എന്നിൻ്റെ വാല്യൂ വേണമെങ്കിൽ n = n × L എന്ന് കൊടുത്തുകൊണ്ട് അങ്ങനെ എഴുതാവുന്നതാണ്. ഓക്കെ, അങ്ങനെ എഴുതുകയാണെന്ന് വെച്ചാൽ L = μ0 n² a L എന്ന് വരും. ഓക്കെ, അങ്ങനെ എഴുതാവുന്നതാണ്. ബിക്കോസ് n = പിന്നെ n × L എന്നാണ് കൊടുക്കുകയെന്ന് വെച്ചാൽ n × n² എന്നുള്ള ഈ രീതി എഴുതാം. ഏത് രീതിയിൽ നമുക്ക് എഴുതാം, ഇതെഴുതാം ഒക്കെ സെയിം ആണ് കേട്ടോ. ഓക്കെ, ഈ രീതിയിലാണ് ഡെറിവേഷൻ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, കോയിൽ ഫ്രീ ആണ്. ഓക്കെ, കോയിലിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക മീഡിയം വെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. മീഡിയം വെക്കുകയാണെങ്കിൽ അവിടെ μ0ക്ക് പകരം മ്യൂ കൊടുക്കേണ്ടി വരും. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, മൂവിങ് ചാർജസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കൊടുത്തിട്ടായിരിക്കും ഡിറൈവ് കേട്ടോ. അതോടുകൂടി ഈ സെക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ വാട്ട്ലെസ് കറണ്ട് എന്നുള്ളതാണ് അല്ലേ? ഓക്കെ, വാട്ട്ലെസ് കറണ്ട് എന്ന് പറയുന്നത് നമ്മളെ AC എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലുള്ള പിന്നെ LCS സർക്യൂട്ടിൽ ഉള്ള ഭാഗത്താണ് വാട്ട്ലെസ് കറണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നു അല്ലേ? ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. നമുക്ക് നോക്കാം. വാട്ട്ലെസ് എന്ന് പറയുമ്പോൾ വാട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം പിന്നെ പവറിൻ്റെ യൂണിറ്റ് ആണ് അല്ലേ? പവറിൻ്റെ യൂണിറ്റ് ആണ് വാട്ട്. അപ്പോൾ വാട്ട് ലെസ് എന്ന് പറയുമ്പോൾ പവർ ഇല്ല എന്ന് അർത്ഥം കേട്ടോ. ഓക്കെ, പവർ = 0 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ പവർ എന്ന് പറയുന്നത് നമ്മൾ ആവറേജ് പവർ എന്നാണ് പറയുക കേട്ടോ. AVG ആവറേജ് പവർ എന്നാണ് പറയുക. അപ്പോൾ ആവറേജ് പവർ = 0 എന്നുള്ളതാണ് ഈ വാട്ട് ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് കേട്ടോ. ആ സമയത്തുള്ള കറണ്ട് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ LCS സർക്യൂട്ട് എന്നാണ് ഈ ടോപ്പിക്. LCS സർക്യൂട്ടിൻ്റെ ആവറേജ് പവറിൻ്റെ ഇക്വേഷൻ PAV = P ബാർ എന്നോ PAV എന്നോ P എന്നോ എങ്ങനെ വേണമെച്ചാൽ സിമ്പിൾ കൊടുക്കാം. ആവറേജ് പവർ ആയാൽ മതി കേട്ടോ. സോ ഇക്വേഷൻ VRMS IRMS cos phi എന്നുള്ളതാണ് അല്ലേ? ഓക്കെ, cos θ cos phi എന്നാണ് ഇവിടെ പറയുക അല്ലേ? ഫേസ് ഫാക്ടർ LCS സർക്യൂട്ടിൽ ഫേസ് ആംഗിൾ ഫൈ എന്നാണ് നമ്മൾ കൊടുത്തത്. അങ്ങനെയാണ് ഇതാണ് ഇക്വേഷൻ അല്ലേ? ഇതിൽ phi = 90 ഡിഗ്രി വരികയാണെങ്കിൽ, ഓക്കെ, phi = ഫേസ് ആംഗിൾ വോൾട്ടേജും കറണ്ടും തമ്മിൽ 90 ഡിഗ്രി വരികയാണെങ്കിൽ ആവറേജ് പവറിൻ്റെ ഇക്വേഷൻ PAV = VRMS IRMS cos 90 അല്ലേ? cos 90യുടെ വാല്യൂ എല്ലാവർക്കും അറിയാം 0 ആണെന്നുള്ളത് അല്ലേ? അപ്പോൾ അത് 0 ആയി പോവുകയാണെങ്കിൽ PAV = ഇത് 0നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 0 എന്ന് വന്നു അല്ലേ? അപ്പോൾ നോക്കടാ, ആവറേജ് പവർ = 0 എന്ന് വന്നു ഇവിടെ. ഓക്കെ, ആവറേജ് പവർ 0 ആകുമ്പോഴും സർക്യൂട്ടിൽ IRMS എന്ന് പറഞ്ഞിട്ടുള്ള കറണ്ട് ഉണ്ടെന്ന് നമുക്കറിയാം. ആ കറണ്ടിനെ പറയുന്ന പേരാണ് വാട്ട് ലെസ് കറണ്ട് എന്ന് വെച്ചാൽ ആവറേജ് പവർ 0 ആകുമ്പോൾ ഉള്ള LCS സർക്യൂട്ടിലെ കറണ്ടിനെ പറയുന്ന പേരാണ് വാട്ട് ലെസ് കറണ്ട്. ഡെഫിനിഷൻ കൊടുക്കേണ്ടത് ഇങ്ങനെ: ദ കറണ്ട് ഇൻ LCS സർക്യൂട്ട് വെൻ ആവറേജ് പവർ ഇൻ ദ സർക്യൂട്ട് ഈസ് 0 ഈസ് കോൾഡ് വാട്ട് ലെസ് കറണ്ട്. ഓക്കെ, ഇക്വേഷൻസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ സെൻറ്റൻസിന് ഒന്നും കൂടി ഒതൻറ്റിസിറ്റി കിട്ടുന്നത് ആണ് കേട്ടോ. ഓക്കെ, സെറ്റ്. അപ്പോൾ ആ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 12ാമത്തെ ക്വസ്റ്റ്യൻ. 12th ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് എന്നാണ് വന്നിട്ടുള്ളത് അല്ലേ? അതായത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ എന്നുള്ള മാച്ച് ദ ഫോളോയിങ് ആണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ പിന്നെ നമുക്ക് ഓരോ ഭാഗത്തും, അതായത് ഓരോ വേവ്സിൻ്റെയും പിന്നെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, കൃത്യമായി പഠിക്കുകയാണെങ്കിൽ ഇത് മാച്ച് ചെയ്യാവുന്നത് ഉള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് വന്നത് UV റേഡിയേഷൻസ് ആണ്. UV റേഡിയേഷൻസ് ഇതിൽ പെടുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്യൂരിഫിക്കേഷൻ പർപ്പസുകൾക്ക് UV റേഡിയേഷൻസ് ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ടർ പ്യൂരിഫിക്കേഷൻ, സ്റ്റെറിലൈസ് ചെയ്യുക, സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികൾക്കൊക്കെ UV റേഡിയേഷൻസ്. അപ്പോൾ ഇവിടെ തന്നുള്ള വാട്ടർ പ്യൂരിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ആണ് എന്നുള്ളതാണ്. അപ്പോൾ UV ഉപയോഗിക്കുന്നത് വാട്ടർ പ്യൂരിഫിക്കേഷൻ കേട്ടോ. ഇനി IR റേഡിയേഷൻ റിമോട്ട് സ്വിച്ചസിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ IR റിമോട്ട് സ്വിച്ചസ് ആണ്. ഗാമ എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് മെറ്റൽ പൈപ്പിലൂടെയുള്ള ഫ്ലോ കണ്ടുപിടിക്കാനൊക്കെ, ഫ്ലൂയിഡ്സിൻ്റെയൊക്കെ ഫ്ലോ കണ്ടുപിടിക്കാനൊക്കെ ഈ പരിപാടി ഗാമ റേഡിയേഷൻസ് ഉപയോഗിക്കാറുണ്ട് എന്നാണ് പറയുക. പിന്നെ റേഡിയോ വേവ്സ് ആണ്. സെല്ലുലാർ ഫോൺസ് എല്ലാവർക്കും അറിയാം അല്ലേ? ഓക്കെ, സെല്ലുലാർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ, TV കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ റേഡിയോ വേവ്സ് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ,
പിന്നെ ഓവൻ ഉണ്ട്. ഓവൻ ഇവിടെ മാച്ച് ചെയ്യാൻ വേറെ ഒന്നുമില്ല. ഓക്കെ, മൈക്രോവേവ് ഓവൻ വർക്ക് ചെയ്യുന്നത് മൈക്രോവേവ്സ് ബേസ് ചെയ്തിട്ടാണ് എന്നുള്ളത്. മൈക്രോവേവ് ഇപ്പോൾ റേഡിയോ ഇതിൽ തന്നിട്ടില്ല, അതുകൊണ്ട് ഈ 4 എണ്ണം കറക്റ്റായി വന്നിരിക്കുന്നു കേട്ടോ. ഓക്കെ, ഇതാണ് ഈ ഒരു മാച്ച് ദ ഫോളോയിങ്ങിൽ വരുന്ന ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ വേവ്സിൻ്റെയും 7 റേഡിയേഷൻസ് ഉണ്ട് അല്ലേ? റേഡിയോ, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, അൾട്രാവയലറ്റ്, എക്സ്റേ, ഗാമ റേ. അപ്പോൾ ഇതിൻ്റെ ഓരോൻ്റെ പ്രോപ്പർട്ടി കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കിത് മാച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, സെറ്റ്. ഇനിയിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടിയിട്ടില്ലെങ്കിലും ബാക്കിയുള്ളതൊക്കെ മാച്ച് ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് അതിൽ ബാക്കിയുള്ളത് കിടക്കുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അതോടുകൂടി ഈ ഭാഗം 12ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 13ാമത്തെ ക്വസ്റ്റ്യനാണ് അടുത്ത് പറയുന്നത്. ഇത് റിലേഷൻ ബിറ്റ്വീൻ ക്രിറ്റിക്കൽ ആംഗിൾ ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് അല്ലേ? ഇത് നമ്മളെ ഒപ്റ്റിക്സിലാണ് വരുന്നത്. ഒപ്റ്റിക്സിൽ നമ്മൾ ടോട്ടൽ ഇൻ്റേണൽ റിഫ്ലക്ഷൻ്റെ അവിടെയൊക്കെയാണ് അത് സെക്ഷനിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ സ്നെൽസിലുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ ടോപ്പിക്ക് വരുന്നത്. നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ടോട്ടൽ ഇൻ്റേണൽ റിഫ്ലക്ഷൻ പറയുന്നത് ഡെൻസർ മീഡിയം അല്ലേ? ഡെൻസറും റെയറും കൊടുക്കുക നമ്മൾ. റെയർ മീൻസ് ഇവിടെ എയർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്ക് ലൈറ്റ് പോകുമ്പോൾ ആണ് നമ്മളിത് പറയേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, ഒഴിഞ്ഞു പോകുന്നൊക്കെ നമുക്കറിയാം. ഓക്കെ, ഇങ്ങനെ. അപ്പോൾ ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് പോകുമ്പോൾ റിഫ്രാക്റ്റഡ് റേ ഗോസ് എവേ ഫ്രം ദ നോർമൽ എന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ, അങ്ങനെ വെച്ചാൽ ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റാണ്. ഓക്കെ, ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. ഇങ്ങനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മിങ്ങനെ മാർക്ക് ചെയ്യാം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ആംഗിൾ ഓഫ് റിഫ്രാക്റ്റഡ് റേ ഇങ്ങനെ പോകണം. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് R = 90 ഡിഗ്രി ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ I = C ആവുന്ന സമയത്ത് മീൻസ് നമ്മൾ ക്രിറ്റിക്കൽ ആംഗിൾ എടുക്കുന്ന സമയത്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തന്നെയാണ് ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. പക്ഷേ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഡെൻസർ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N ആണെന്ന് വിചാരിച്ചോ. N കുറച്ച് കൂടി പോയി. N ആണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ അത് N1 ആയിട്ട് നമുക്ക് എടുക്കാം. ബിക്കോസ് ഇവിടെ നിന്നാണ് ലൈറ്റ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് മീഡിയം കേട്ടോ. ഫസ്റ്റ് മീഡിയം അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ആണ് വിചാരിച്ചോ. സെക്കൻഡ് മീഡിയമാണിത്. സെക്കൻഡ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 = 1 ആയിട്ട് നമ്മൾ എടുക്കുന്നു. ബിക്കോസ് അത് എയർ ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നു കേട്ടോ. അപ്പോൾ N1 എന്നുള്ളതിനെ നമുക്ക് പിന്നെ N2 1 ആയി കഴിഞ്ഞാൽ N1 എന്ന് പറയേണ്ട ആവശ്യമില്ല, N എന്ന് പറഞ്ഞാൽ മതി അല്ലേ? ഓക്കെ, N എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഈ വാല്യൂ നമ്മൾ ഇക്വേഷനിൽ നമ്മളെ സ്നെൽസിലോ ഇക്വേഷനിൽ കൊടുക്കുകയാണെങ്കിൽ N1 എന്നുള്ളടത്ത് N കൊടുക്കണം, N2 എന്നുള്ളടത്ത് 1 കൊടുക്കണം, പിന്നെ I എന്നുള്ളടത്ത് C എന്ന് കൊടുക്കണം. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R എന്ന് പറയുന്നിടത്ത് 90 ഡിഗ്രിയും കൊടുക്കണം. ഈ വാല്യൂ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ സ്നെൽസിലോ അക്കോർഡിംഗ് ടു സ്നെൽസിലോ sin I/sin R = റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം എന്നാണ് പറയുക. N2/N1 വാല്യൂ കൊടുക്കുകയാണെങ്കിൽ നോക്കിക്കോളാം. sin I എന്ന് പറയുമ്പോൾ C അല്ലേ? ക്രിറ്റിക്കൽ ആംഗിൾ ആണ്. sin R എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. = N2 എന്ന് പറയുന്നത് 1 ആണ്, N1 എന്ന് പറയുന്നത് N ആണ് അല്ലേ? sin 90 1 ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ sin C = 1/N എന്നായി. ഇത് 1 ആയി പോയി, 90 1 ആയി പോയി. അപ്പോൾ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ N = 1/sin C ഇങ്ങനെ എഴുതാവുന്നത് ആണ് കേട്ടോ. ഇതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ക്രിറ്റിക്കൽ ആംഗിളും നമ്മളെ ബന്ധം എന്ന് പറയുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഈസിയാണോ? ഓക്കെ, ഈ ചിലപ്പം ഈ ക്വസ്റ്റ്യൻ നിന്ന് ക്രിറ്റിക്കൽ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ രീതിയിലാവുമ്പോൾ സയൻസ് അതിന് sin C = 1/N ഇടുക, എന്നിട്ട് C = sin ഇൻവേഴ്സ് ഓഫ് അടിച്ച് കഴിഞ്ഞാൽ ആൻസർ. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ഇത് എന്നുള്ളതാണ്. ഇത് ഏതാ ഏരിയ എന്ന് അറിയണം എന്ന് മാത്രം. ടോട്ടൽ ഇൻ്റേണൽ റിഫ്ലക്ഷൻ്റെ അവിടെയാണ് ക്രിറ്റിക്കൽ ആംഗിൾ വരുന്നത്. അപ്പോൾ അതിൽ സ്പെഷ്യൽ കേസ് ആണ് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ ആവും. ഓക്കെ, കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഡിഫൈൻ ദ ടേം വർക്ക് ഫംഗ്ഷൻ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ഡുവൽ നേച്ചർ ഓഫ് റേഡിയേഷനിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വർക്ക് ഫംഗ്ഷനും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അല്ലേ? ഓക്കെ, നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ പഠിച്ചിട്ടുണ്ട്. ഒരു മെറ്റൽ സർഫസിൽ നിന്ന് ലൈറ്റ് ഫാൾ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസ് എജക്റ്റ് ചെയ്യും അല്ലേ? ഓക്കെ, ലൈറ്റ് ഫാൾ ചെയ്യുന്ന സമയത്ത് അല്ലേ? ഓക്കെ, അപ്പോൾ
തോന്നിയ ലൈറ്റിനൊക്കെ പാടൊന്നും ഇലക്ട്രോൺസ് എജക്റ്റ് ചെയ്യില്ല അല്ലേ. പിന്നെ ഫോർ എക്സാമ്പിൾ ലൈറ്റ് ഫാൾ ചെയ്യുന്ന ലൈറ്റിൻ്റെ എനർജി ഒരു 10 ജൂൾ നമ്മൾ കൊടുത്തു നോക്കി. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺസ് എജക്ഷൻ നടന്നില്ല, മീൻസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടന്നില്ല കേട്ടോ. 11 ജൂൾ കൊടുത്തു നോക്കി, അപ്പോഴും നടന്നില്ല. ഓക്കെ, 12 ജൂൾ കൊടുത്തു നോക്കി, 12 ജൂൾ, അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടന്നു, മീൻസ് ഇലക്ട്രോൺസ് എജക്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ 12 ജൂൾ എനർജി ഈ മെറ്റൽ സർഫസിന് കൊടുത്തപ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോൺസ് എജക്റ്റ് ചെയ്തു എന്നുള്ള. ഇനിയിപ്പോൾ 13 കൊടുത്തപ്പോഴും ഇലക്ട്രോൺസ് ചാടിപ്പോയി, 14 കൊടുത്തപ്പോഴും ഇലക്ട്രോൺസ് എജക്റ്റ് ചെയ്തു, 15 കൊടുത്തപ്പോഴും ഇലക്ട്രോൺസ് എജക്റ്റ് ചെയ്തു. ബാക്കി ഏത് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാലും ഹയർ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാലും ഇലക്ട്രോൺസ് എജക്റ്റ് ചെയ്ത് പോകും എന്നുള്ളതാണ്. അപ്പോൾ ഇലക്ട്രോൺസ് എജക്റ്റ് ചെയ്യാനുള്ള മിനിമം എനർജി എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള 12 ജൂൾ ആണ് എന്നുള്ളതാണ്. ഈ മിനിമം എനർജീനെ പറയുന്ന പേരാണ് വർക്ക് ഫങ്ഷൻ ഓർ ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫങ്ഷൻ എന്ന് പറയും. ഫൈ എന്നാണ് സിമ്പൽ കേട്ടോ. സോ വാട്ട് യു മീൻ ബൈ വർക്ക് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം എനർജി ടു എജക്റ്റ് ദ ഇലക്ട്രോൺ ഫ്രം ദ അല്ലെങ്കിൽ എമിറ്റ് ദ ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫേസ്. ഓക്കെ, വെൻ സഫിഷ്യൻറ്റ് എനർജി ഈസ് ഗിവൺ ടു ദ മെറ്റൽ സർഫേസ് എന്നൊക്കെ പറയാം. സഫിഷ്യൻ്റ് എനർജി എന്നുള്ള വാക്കാണ് കട്ട് ചെയ്യും, അത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ കൂട്ടേണ്ടതാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞാൽ മതി. മിനിമം എനർജി ടു എജക്റ്റ് ഓർ എമിറ്റ് ദ ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫേസ് ഈസ് നോൺ ആസ് ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫങ്ഷൻ ഓർ സിംപ്ലി വർക്ക് ഫങ്ഷൻ. ഓക്കെ, ഫൈ എന്നാണ് സിമ്പൽ. ഇക്വേഷൻ ഫൈനോ ഓർ 50 എന്നും പറയാറുണ്ട് കേട്ടോ. ഓക്കെ, സോ 50 ഈക്വൽ ടു എച്ച് ന്യൂ 0 എന്ന് പേര് പറയും കേട്ടോ. ഓക്കെ, ന്യൂ 0നെ നമ്മൾ ത്രഷോൾഡ് ഫ്രീക്വൻസി എന്നൊക്കെ പറയും അല്ലേ. ഓക്കെ, ഫ്രീക്വൻസിനെ വേവ് ലെങ്ത്തിലേക്ക് മാറ്റുകയാണെന്ന് വെച്ചാൽ C/λ0 എന്നും പറയും കേട്ടോ. ത്രഷോൾഡ് വേവ് ലെങ്ത് എന്നൊക്കെ പേര് പറയും. അപ്പം അങ്ങനെയൊക്കെ ഇക്വേഷൻസ് എഴുതാവുന്നതാണ്. ഇനി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്താ നോക്കാം. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പിന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ എക്സ്പെരിമെൻ്റൽ സ്റ്റഡിയിൽ നമ്മൾ പറയുന്നുണ്ട്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ എക്സ്പെരിമെൻ്റൽ സ്റ്റഡിയിൽ ഒരു ഗ്രാഫ് വരയ്ക്കുന്നുണ്ട് അല്ലേ. അതായത് ഫോട്ടോ കറണ്ട് വൈ ആക്സിസിലും പൊട്ടൻഷ്യൽ അപ്ലൈഡ് പൊട്ടൻഷ്യൽ എക്സ് ആക്സിസിലും വെച്ചിട്ടൊരു ഗ്രാഫ് വരയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇവിടെ ഒറിജിനാണ്. ഓക്കെ, പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് എക്സ് ആക്സിസ് പോസിറ്റീവ് വാല്യൂ, ഇങ്ങോട്ട് നെഗറ്റീവ് വാല്യൂ അല്ലേ. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്ന ഒരു ഗ്രാഫ് ഇങ്ങനെ കിട്ടുന്നുണ്ട് ഷേപ്പ്. ഓക്കെ, അപ്പോൾ ഇതിൽ പിന്നെ പൊട്ടൻഷ്യൽ വളരെ വലുതാവുന്ന സമയത്ത് ഫോട്ടോ കറണ്ടും വളരെ വലുതായിരിക്കും. അതായത് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ എക്സ്പെരിമെൻ്റൽ സ്റ്റഡിയിൽ കൊടുക്കുന്ന ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് അല്ലേ. എക്സ്പെരിമെൻ്റൽ സ്റ്റഡിയിൽ നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഉണ്ട്. ആ പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ, പോസിറ്റീവ് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ അവിടെ ഫോട്ടോ കറണ്ട് കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. എക്സ്പെരിമെൻ്റൽ സ്റ്റഡി നോക്കണം കേട്ടോ, എന്നാലേ കിട്ടുള്ളത്. കണക്റ്റഡ് ആണത്. ഓക്കെ, 2 മാർക്കാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. ഇനി ഫോട്ടോ കറണ്ട് കുറയ്ക്കുന്ന സമയത്ത് അപ്ലൈഡ് പൊട്ടൻഷ്യൽ കുറയ്ക്കുന്ന സമയത്ത് ഫോട്ടോ കറണ്ട് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്ലൈഡ് പൊട്ടൻഷ്യൽ വീണ്ടും കുറയ്ക്കുന്ന സമയത്ത് ഫോട്ടോ കറണ്ട് കുറയും. അപ്ലൈഡ് പൊട്ടൻഷ്യൽ 0 ആക്കുമ്പോൾ ഫോട്ടോ കറണ്ട് ഇത്രയായി. ഓക്കെ, ഇനി അപ്ലൈഡ് പൊട്ടൻഷ്യൽ ഇതുവരെ പോസിറ്റീവ് ആയിരുന്നു അല്ലേ, ഇനി നെഗറ്റീവായിട്ട് കൊടുത്തു നോക്കാം. ഓക്കെ, റിവേഴ്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, കണക്ഷൻ മാറ്റി റിവേഴ്സ് ചെയ്യണമെങ്കിൽ, നെഗറ്റീവ് കൊടുക്കുകയാണെങ്കിൽ അപ്ലൈഡ് പൊട്ടൻഷ്യൽ നെഗറ്റീവ് വാല്യൂ കൊടുത്തപ്പോൾ ഫോട്ടോ കറണ്ട് വീണ്ടും കുറഞ്ഞു പോയി. അപ്ലൈഡ് പൊട്ടൻഷ്യൽ വീണ്ടും നെഗറ്റീവ് വാല്യൂ ചെറുതാക്കി കൊടുത്തപ്പോൾ ഫോട്ടോ കറണ്ട് കുറഞ്ഞു പോയി. അപ്ലൈഡ് പൊട്ടൻഷ്യൽ ഇത്ര കൊടുത്തപ്പോൾ, ഫോർ എക്സാമ്പിൾ ഇതൊരു -1, ഇതൊരു -2, ഇതൊരു -3 വോൾട്ട് ആണെന്ന് വിചാരിച്ചോളൂ. -3 വോൾട്ട് കൊടുത്തപ്പോൾ ഫോട്ടോ കറണ്ട് ഈക്വൽ ടു 0 ആയി. ഓക്കെ, അങ്ങനെ ഫോട്ടോ കറണ്ട് 0 ആക്കാൻ വേണ്ടി കൊടുക്കുന്ന ഈ നെഗറ്റീവ് അപ്ലൈഡ് പൊട്ടൻഷ്യലിനെ പറയുന്ന പേരാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയും കേട്ടോ. സോ വാട്ട് യു മീൻ ബൈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ അപ്ലൈഡ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അപ്ലൈഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ. എങ്ങനെ സെൻറ്റൻസ് ഉപയോഗിക്കാം? അറ്റ് വിച്ച് ഫോട്ടോ കറണ്ട് ഈസ് 0 ഇൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നുള്ളതാണ് സെൻറ്റൻസ് വരേണ്ടത് കേട്ടോ. ഫോട്ടോ കറണ്ട് 0 ആവുന്ന പൊട്ടൻഷ്യൽ, അപ്ലൈഡ് പൊട്ടൻഷ്യൽ, ദ അപ്ലൈഡ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ അറ്റ് വിച്ച് ഫോട്ടോ കറണ്ട് ഈസ് 0 ഈസ് കോൾഡ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. കിട്ടിക്കണമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ 3 മാർക്ക് സെക്ഷനിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 3 മാർക്ക് സെക്ഷനിൽ
വലിയ വലിയ ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. നല്ല പ്രോബ്ലം സെക്ഷൻ തന്നെയാണ്. അത് നോക്കാം, ഓരോ ഭാഗം നോക്കാം. നന്നായിട്ട് പ്രോബ്ലംസ് ഉണ്ട്. ഒന്നാമത്തത് 15th ക്വസ്റ്റ്യൻ നോക്കാം. അതിലുള്ള 3 മാർക്കിലെ 15th ക്വസ്റ്റ്യൻ. സോളിനോയിഡ് ഹാസ് എ കോർ ഓഫ് മെറ്റീരിയൽ വിത്ത് റിലേറ്റീവ് പെർമിയബിലിറ്റി 400 എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ സോളിനോയിഡ് ഹാസ് എ കോർ ഓഫ് മെറ്റീരിയൽ വിത്ത് റിലേറ്റീവ് പെർമിയബിലിറ്റി 400 എന്ന് പറയും. അപ്പോൾ ഒരു സോളിനോയിഡ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അതിൻ്റെ ഉള്ളിൽ ഒരു കോർ വെച്ചിട്ടുണ്ട്. ഒരു അയൺ കോർ വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോളാം. ഒരു അയണിൻ്റെ പീസ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അതിനാണ് ഈ കോർ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ കോർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ μr എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ കേട്ടോ. μr എന്ന് പറയുന്ന വാല്യൂ 400 ആണ് എന്നാണ് പറയുന്നത് കേട്ടോ. യൂണിറ്റും ഡയമെൻഷനൊന്നും ഇല്ലാത്ത ക്വാണ്ടിറ്റിയാണ് ഈ μr എന്ന് പറയുന്നത്. അതിനുശേഷം ദ വൈൻഡിങ് കോയിൽ ഓഫ് ദ സോളിനോയിഡ് ആർ ഇൻസുലേറ്റഡ് ഫ്രം ദ കോർ ആൻഡ് ക്യാരി എ കറണ്ട് ഓഫ് 2 ആംപിയർ എന്നാണ് പറയുന്നത്. ആ സോളിനോയിഡ് കൂടെ കടന്നു പോകുന്ന കറണ്ടിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 2 ആംപിയർ ആണെന്നുള്ളത്. സോ കറണ്ട് I = 2 ആംപിയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇത്രയാണ് തന്നിട്ടുള്ളത്. ഇനി പറഞ്ഞിട്ടുള്ള ഈ നമ്പർ ഓഫ് ടേൺസ് ഈസ് 1000 per meter എന്നാണ് പറയുന്നത്. സാധാരണ ഒക്കെ ചെറിയ നമ്പർ ഓഫ് ടേൺസ് പെർ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടാണ് തരല്. എന്നാൽ ഇവിടെ കറക്റ്റ് നമ്പർ ഓഫ് ടേൺസ് പെർ മീറ്റർ തന്നെയാണ് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ നമ്പർ ഓഫ് ടേൺസ് = 1000 എന്നുള്ള രീതിയിൽ കൊടുക്കാം. അങ്ങനെയും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ കൺവേർട്ട് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ല, ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഇവിടെ കാൽക്കുലേറ്റ് ആദ്യം ആണ്, പിന്നെ HMB എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിനൊരു പാത്ത് ഉണ്ട് എങ്ങനെയാണെന്നുള്ളത്. ഒരു ആദ്യം ബേസിക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം മുകളിലേക്ക് കയറി ഇങ്ങനെ പോകാൻ കേട്ടോ. ആദ്യം നമുക്കിവിടെ അറിയേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ മ്യൂവിൻ്റെ വാല്യൂ, ഈ പറയുന്ന കാൽക്കുലേറ്റ് മ്യൂ തന്നെയാണ്. ഇതാണ് ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പം മ്യൂവിൻ്റെ ഇക്വേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് കോൺസെപ്റ്റ് കേട്ടോ. കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഇതിൽ കറണ്ട് കടന്നു പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ഇതിൽ മ്യൂവിൻ്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പെർമിയബിലിറ്റി അല്ലേ. അപ്പോൾ പെർമിയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മ്യൂവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് μ0 × μr എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ μ0ൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്, എല്ലാവർക്കും അറിയാം. 4π × 10⁻⁻⁷. μrൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, 400 തന്നിട്ടുണ്ട്. അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലി ആൻസർ കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ചെയ്യാൻ അല്ലെങ്കിൽ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഭാഗം മ്യൂ ആണ്. കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. സോ ദിസ് = 4π × 10⁻⁻⁷. അതാണ് μ0ൻ്റെ വാല്യൂ കേട്ടോ. കോൺസ്റ്റൻ്റ് ആണ്, കാണാപ്പാടം പഠിക്കണം. ×μrൻ്റെ വാല്യൂ 400 കേട്ടോ. ഇത് വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി എന്നുള്ളതാണ്. വേണമെങ്കിൽ ഈ ഇവിടെ 2 0 ഉണ്ട്, ഇവിടെ -7 രണ്ടും കട്ട് ചെയ്യാം. അപ്പോൾ പിന്നെ 4 × 4 ചെയ്യണമെങ്കിൽ 16π എന്ന് കൊടുക്കാം. പിന്നെ 10⁻, ഇതിലൊരു 2 പോയി, 2 0 പോയി, അപ്പോൾ 10⁻⁻5 എന്നുള്ള രീതിയിൽ കൊടുക്കാം. പൈനെ കൊണ്ട് വേണമെങ്കിൽ മൾട്ടിപ്പിൾ ചെയ്യാവുന്നതാണ്. 3.14 എന്നുള്ളത് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഏകദേശം ഒരു 40 സംതിങ് വരും എന്നുള്ളതാണ്. 40 സംതിങ്ങിൻ്റെ അങ്ങനെ ഒരു രീതിയിലുള്ള ആൻസർ വരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാലും യൂണിറ്റ് ഇല്ല, യൂണിറ്റ് ഉണ്ട്, മ്യൂക്ക് യൂണിറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ പഠിച്ചതാണ്. ഇപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വരിക എന്നുള്ളതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ പരിപാടി. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ സെക്ഷൻ ബി കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിലിപ്പോൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞത് ഇക്വേഷൻ മാത്രമാണ്. ബാക്കി നിങ്ങൾ ചെയ്ത് കണ്ട ആൻസർ ഏത് രീതിയിൽ നിങ്ങൾക്ക് തോന്നുന്ന പോലെ എഴുതാട്ടോ. സോൾവിങ് എവിടെ വേണിച്ചാൽ നിർത്താവുന്നതാണെന്നുള്ളത്. ഇതൊന്നും വലിയ സംഭവമായിട്ട് എടുക്കേണ്ട, അതൊക്കെ സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് വാല്യൂ ഇടുക എന്ന് മാത്രം. ഇനി രണ്ടാമത്തെ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എച്ചിലേക്ക് വരുന്നതിന് മുമ്പേ നമുക്കിതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ബി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ബി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് വളരെ എളുപ്പമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
നമ്മൾ എടുക്കേണ്ടത് സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ ബി ഈക്വൽ ടു മ്യൂ 0 NI എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, നമ്മൾ പഠിച്ചു വെച്ചതാ. അത് കോയിൽ ഫ്രീ ആയിരിക്കുമ്പോഴാണ്. പക്ഷേ കോയിലിൻ്റെ ഉള്ളിലൊരു മെറ്റീരിയൽ വെച്ചിട്ടുണ്ട്, കോറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മ്യൂ 0 എന്നല്ല കൊടുക്കേണ്ടത്, മ്യൂ എന്നാണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ മ്യൂ 0 എന്നല്ല, ബി ഈക്വൽ ടു മ്യൂ NI എന്നുള്ള രീതിയിലാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എടുക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ ആദ്യം നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഇതിൻ്റെ ആൻസർ പെട്ടെന്ന് കിട്ടും എന്നുള്ളതാണ്. അതായത് ഇവിടെ നമ്മൾ ഡി സെക്ഷൻ പെട്ടെന്ന് കിട്ടുന്നതാണ്. ഇതിൻ്റെ വാല്യൂ കിട്ടണമെന്ന് വെച്ചാൽ മ്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു അല്ലേ? ഓക്കെ, എന്നിൻ്റെ വാല്യൂ നമുക്ക് അറിയുകയും ചെയ്യാം. ഇവിടെ തന്നിട്ടുണ്ട്, ഐ തന്നിട്ടുണ്ട് 2 ആംപിയർ. ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആൻസർ കിട്ടുന്നതാണ്. അതേപോലെ തന്നെ അതിൻ്റെ സെക്ഷൻ കിട്ടുന്നതാണ് കേട്ടോ. ഇനി അതിപ്പോൾ ഡി സെക്ഷൻ ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് എച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബി വേണം, അതുകൊണ്ടൊന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ഓക്കെ, അപ്പോൾ ബിയുടെ ഇക്വേഷൻ മ്യൂ 0 NI എന്നുള്ള രീതിയിൽ കൊടുക്കണം കേട്ടോ. ഇനി എച്ചിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ബിയും എച്ചും തമ്മിലൊരു ബന്ധമുണ്ട് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ബി ഈക്വൽ ടു മ്യൂ എച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ. ഓക്കെ, ബി ഈക്വൽ ടു മ്യൂ എച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ. എച്ചിനെ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എന്നാണ് പറയുക അല്ലേ? ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള കണക്ഷനാണ് ബി ഈക്വൽ ടു മ്യൂ എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ എച്ചിൻ്റെ ഇക്വേഷൻ സിമ്പിളായിട്ട് ഇതെന്ന് കിട്ടുന്നതും ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ മ്യൂ എച്ച് ഈക്വൽ ടു മ്യൂ NI എന്നായി. ഈ മ്യൂ ആണ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് ഈക്വൽ ടു NI. അപ്പോൾ ഈ ഇക്വേഷൻ സിമ്പിളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എച്ച് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. എൻ തന്നിട്ടുണ്ട്, ഐയുടെ വാല്യൂ തന്നിട്ടുണ്ട്, വെറുതെ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തു ആദ്യം, പിന്നെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് NI എന്ന് പറഞ്ഞു കേട്ടോ. സെറ്റായി. പിന്നെ വേണ്ടത് എം ആണ്. ഓക്കെ, മാഗ്നറ്റൈസേഷൻ എന്നാണ് പേര് പറയുന്നത്. ഇതൊക്കെ എന്താണെന്നോ ചെറിയ ചെറിയ വാക്കുകൾ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. മാഗ്നറ്റൈസേഷൻ എം കാൽക്കുലേറ്റ് ചെയ്യണം. എം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെക്നിക്ക് ഉപയോഗിക്കാം. കൈയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, കൈഎമ്മിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കൈഎമ്മും ഈ എമ്മും തമ്മിൽ കണക്ഷൻ ഉണ്ട്. അതാണ് കുറച്ചും കൂടി എളുപ്പം കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ കൈഎം കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ പഠിച്ചിട്ടുണ്ട് മ്യൂ ആർ ഈക്വൽ ടു 1 പ്ലസ് കൈഎം എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ് അല്ലേ? മ്യൂ ആർ ഈക്വൽ ടു 1 പ്ലസ് കൈഎം എന്നുള്ളത്. അതിൽ നിന്ന് നമുക്ക് കൈഎം കാൽക്കുലേറ്റ് ചെയ്യാവുന്നത് ആണ് കേട്ടോ. അപ്പോൾ കൈഎം ഈക്വൽ ടു മ്യൂ ആർ -1 ചെയ്താൽ മതി എന്നുള്ളതാണ്. ഓക്കെ, 400 എന്നാണ് മ്യൂ ആർ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 399 399 എന്നുള്ളതാണ് കൈഎമ്മിൻ്റെ വാല്യൂ കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കൈഎമ്മിൻ്റെ വാല്യൂ ഇങ്ങനെ നമുക്ക് കിട്ടുന്നതാണ്. ഈ കൈഎമ്മിൻ്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് ഈ എം കാൽക്കുലേറ്റ് ചെയ്യാവുന്നത് ആണ് കേട്ടോ. ഓക്കെ, ബിക്കോസ് കൈഎം ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. കൈഎം ഈക്വൽ ടു M/H എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അതിൽ നിന്ന് നമുക്ക് എം ഈക്വൽ ടു മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി കൈഎം ഈക്വൽ ടു മാഗ്നറ്റൈസേഷൻ ഡിവൈഡ് ബൈ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി അല്ലേ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എം കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എം ഈക്വൽ ടു പിന്നെ കൈഎം ഇൻറ്റു എച്ച് ചെയ്താൽ മതി എന്നുള്ളതാണ്. ഓക്കെ, ഇത് ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ കൈഎമ്മിൻ്റെ വാല്യൂ ഓൾറെഡി നമ്മൾ ഇതിൽ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ എച്ചിൻ്റെ വാല്യൂ നേരത്തെ കിട്ടി. ആ വാല്യൂ രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എം നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ബിയുടെ വാല്യൂ ബി ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ബി ഈക്വൽ ടു മ്യൂ NI. ഓക്കെ, മ്യൂ 0 NI എന്നുള്ളതിന് പകരം ബി ഈക്വൽ ടു മ്യൂ NI എന്ന് കൊടുക്കുക. മ്യൂ ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നും ഐയും കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ബി നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യും. സോ ഇതാണ് നമ്മളെ ഈ ഒരു ക്വസ്റ്റ്യൻ. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇങ്ങനെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മളിതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോം ഇങ്ങനെ ചിന്തിക്കണം. വ്യത്യസ്ത ഇക്വേഷൻസ് റിലേറ്റ് ചെയ്തേണ്ട ഇക്വേഷൻസ് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കണം. ശേഷം നമുക്കിതിൻ്റെ പ്രോബ്ലം ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മീനിങ് കിട്ടില്ല. എല്ലാ റിലേഷൻസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടെ ആദ്യം ഇതിൻ്റെ മ്യൂ കണ്ടുപിടിക്കണം. മ്യൂ കണ്ടുപിടിച്ചതിന് ശേഷം
എച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് ബി ഈക്വൽ ടു മ്യൂ എൻ ഐ എന്നുള്ളതും ബി ഈക്വൽ ടു മ്യൂ എച്ച് എന്നുള്ളതും ആ ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്യുക. അങ്ങനെ എച്ച് ഈക്വൽ ടു എന്നുള്ളത് എൻ ഐ എന്ന് കിട്ടും. അത് വെച്ചിട്ട് എച്ച് കണ്ടുപിടിക്കുക. അപ്പോൾ രണ്ടെണ്ണമായി. പിന്നെ എം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കയ്യമ്മിൻ്റെ വാല്യൂ നിന്ന് കണ്ടുപിടിക്കുക. മ്യൂ ആർ തന്നതുകൊണ്ട് കയ്യം ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നത് ആണ്. ആ കയ്യം കിട്ടിക്കഴിഞ്ഞാൽ എം ഡയറക്റ്റായിട്ട് നമുക്ക് അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എം കിട്ടുക. പിന്നെ ബി ഈക്വൽ ടു മ്യൂ എൻ ഐ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നത് ആണ് കേട്ടോ. ഇതാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് പാരാ ഫെറോ ഡയമagnetic സബ്സ്റ്റൻസ്. ഇത് പിന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകിച്ചൊന്നും പറയണ്ട. ഇതിൽ പിന്നെ 3 മാർക്കാണ്. പാരാ ഫെറോ ഡയമagnetic എങ്ങനെ വേണമെച്ചാലും നിങ്ങൾക്ക് എഴുതാം. 3 കോളങ്ങളാക്കിയിട്ട് പാരാ, അതുപോലെ തന്നെ ഫെറോ, അതുപോലെ തന്നെ ഡയ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ഒന്നും കൂടി കമ്പാരിസൺ കുറച്ചും കൂടി നന്നാവും. ഓക്കെ, ഇങ്ങനെ കമ്പാരിസൺ ഒന്നും കൂടി നന്നാവും. ഇല്ല എന്നുണ്ടെങ്കിൽ പാര കുറച്ച് എഴുതുക, ഫെറോ കുറച്ച് എഴുതുക, ഡയ കുറച്ച് എഴുതുക. അപ്പോൾ 3 മാർക്ക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഒരു 3-4 പോയിൻറ്റ്സ് എങ്കിലും എല്ലേതും എഴുതാൻ ശ്രമിക്കുക കേട്ടോ. എക്സാമ്പിൾസ് എന്താണെന്ന് വെച്ചാലും ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, പിന്നെ ബേസിക് ആയിട്ടുള്ള മ്യൂ ആറും കയ്യമ്മും, അതായത് റിലേറ്റീവ് പെർമിയബിലിറ്റിയും അതുപോലെ തന്നെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ചിത്രം വേണമെങ്കിൽ വരയ്ക്കുക. ആ പാരേൻ്റെ ചിത്രം, ഫെറോൻ്റെ ചിത്രം, ഡയൻ്റെ ചിത്രമൊക്കെ വരച്ചിട്ട് നമുക്ക് അങ്ങനെയും കൊടുക്കാം. എക്സാമ്പിൾസും കൊടുക്കുക കേട്ടോ. അങ്ങനെയൊക്കെ പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുക. അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കൂടുതൽ പറയേണ്ട ആവശ്യം ഇല്ല. നോട്ടിലൊക്കെ ആൻസർ കൃത്യമായിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ പിന്നെ പണിയില്ല. അടുത്തത്, ഷോ ദാറ്റ് കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ π/2 ഇൻ പ്യുവർ കപ്പാസിറ്റർ സർക്യൂട്ട്. അല്ലേ, ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ അതിൻ്റെ കൺക്ലൂഷനായിട്ട് പറഞ്ഞുതരാം എങ്ങനെ അത് ഷോ ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് എ സി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സ്റ്റാൻഡേർഡ് ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എ സി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് കപ്പാസിറ്റർ സർക്യൂട്ടാണ്. അല്ലേ, കപ്പാസിറ്റർ സർക്യൂട്ടാണ്. അപ്പോൾ എ സിയിൽ 3 മെയിൻ എലമെൻറ്റ്സ് ഉണ്ട്. ഒന്ന് റെസിസ്റ്റർ, പിന്നെ കപ്പാസിറ്റർ, പിന്നെ ഇൻഡക്ടർ. അല്ലേ, ഓക്കെ, അതിലെ കപ്പാസിറ്ററിൻ്റെ സർക്യൂട്ടാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ കപ്പാസിറ്റർ സർക്യൂട്ടിൽ നമ്മൾ പിന്നെ കപ്പാസിറ്റർ സർക്യൂട്ടിൽ ഇതേപോലെ തന്നെ എ സി കൊടുക്കും. വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി എന്ന് കൊടുത്തിട്ട് കറണ്ട് നമ്മൾ ഡിറൈവ് ചെയ്യും. അല്ലേ, ഓക്കെ, കറണ്ട് ഡിറൈവ് ചെയ്യുന്ന ടെക്നിക്ക് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഐ ഈക്വൽ ടു dQ/dt ഒക്കെ എടുത്തിട്ട് അതിൽ നിന്ന് ക്യൂ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ക്യൂ ഉണ്ടാക്കി എടുക്കുക എന്നുള്ള ആ ക്യൂവിൽ നിന്ന് നമുക്ക് കറണ്ട് മാറ്റി എടുക്കാവുന്നത് ആണ്. അല്ലേ, ഓക്കെ, അപ്പം കറണ്ട് നമ്മൾ ഡിറൈവ് ചെയ്തിട്ട് കിട്ടുമ്പോൾ ലാസ്റ്റ് നമുക്ക് കിട്ടുക കറണ്ട് ഐ ഈക്വൽ ടു പിന്നെ IM സൈൻ ഒമേഗ ടി പ്ലസ് π/2 എന്നുള്ളതാണ്. ഓക്കെ, ഈ രീതിയിലാണ് കറണ്ട് നമ്മൾ ലാസ്റ്റ് ഡിറൈവ് ചെയ്ത് കിട്ടുക. ഓക്കെ, അപ്പോൾ കോസ് ഫംഗ്ഷനിൽ കിട്ടും നമ്മൾ, എന്നിട്ട് അതിന് സൈൻ ഫംഗ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണുണ്ടോ കറണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടുന്നതാണ്. അപ്പോൾ വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി എന്നുള്ളതാണ്. ഐ ഈക്വൽ ടു IM സൈൻ ഒമേഗ ടി പ്ലസ് π/2. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുകയാണെന്ന് വെച്ചാൽ 2 ആംഗിൾസ് നോക്കുകയാണെന്ന് വെച്ചാൽ വോൾട്ടേജിൻ്റെ ഒമേഗ ടി ആണ്, കറണ്ടിൻ്റെ ഒമേഗ ടി പ്ലസ് π/2 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് π/2 കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഹിയർ കറണ്ട് ലീഡ്സ് എന്നാണ് പറയുക കേട്ടോ. പ്ലസ് π/2 ആയതുകൊണ്ട് ലീഡ്സ് എന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന് എത്തിക്കണം. ശേഷം നമ്മൾ പറയണം ഹിയർ കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ π/2 എന്ന് പറയണം. π/2 വോൾട്ടേജിനെക്കാട്ടിലും കറണ്ടിൽ കൂടുതലാണ് എന്നാണ് ഇതിൻ്റെ മീനിങ് കേട്ടോ. ഈ സെക്ഷനിലേക്ക് എത്തിച്ചിട്ടാണ് അത് ചെയ്യേണ്ടത്. ഡെറിവേഷൻ ഡയറക്റ്റ് ആണ്, ക്ലാസ്സിൽ ചെയ്തതായിരിക്കും. അത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ഓക്കെ, ശരി. അടുത്തത് LCS സർക്യൂട്ടിലാണ്. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. സാധാരണ LCS സർക്യൂട്ട് ഇതേപോലെ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ഓക്കെ, നോക്കാം. ഇൻ ആൻ LCS സർക്യൂട്ട് L ഈക്വൽ ടു തന്നിട്ടുണ്ട്. സാധാരണ ഇൻഡക്റ്റൻസ് മില്ലി ഹെൻറിയിലാണ് തരാറുള്ളത്. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഹെൻറിയിൽ തന്നെ തന്നിട്ടുള്ളത്, കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കപ്പാസിറ്റൻസ് 8 μF ഉണ്ട്. അല്ലേ, μFനെ കൺവേർട്ട് ചെയ്യണം 10⁻⁻⁶ എല്ലാവർക്കും അറിയാം. പിന്നെ റെസിസ്റ്റർ 40 ഓമും തന്നിട്ടുള്ളത്. അപ്പോൾ LCR തന്നിട്ടുണ്ട്. ആർ കണക്റ്റഡ് വിത്ത് 230 വോൾട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കണക്റ്റ് ചെയ്യുന്ന വോൾട്ടേജിന് VRMS എന്നാണ് നമ്മൾ പറയുക കേട്ടോ. VRMS എന്നാണ് പറയുന്നത്. അപ്പോൾ VRMSൻ്റെ വാല്യൂ ആണ് 230 വോൾട്ട് എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഡിറ്റർമൈൻ ദ സോഴ്സ് ഫ്രീക്വൻസി വിത്ത് വിച്ച്
ഡിറ്റർമൈൻ ദ സോഴ്സ് ഫ്രീക്വൻസി വിച്ച് ഡ്രൈവ്സ് ദ സർക്യൂട്ട് ഇൻ റെസണൻസ് എന്നാണ് പറയുന്നത്. അപ്പം റെസണൻസിൽ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, നിങ്ങൾക്ക് ഒമേഗ റെസണൻസിലെ ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ റിയൽ ഫ്രീക്വൻസി ന്യൂ തന്നെ കണ്ടുപിടിക്കാവുന്നതും ആണ് കേട്ടോ. NCERT ടെക്സ്റ്റ് ബുക്കിൽ ഒമേഗ കണ്ടുപിടിച്ചാൽ തന്നെ അതിൻ്റെ ആൻസർ എന്നുള്ള രീതിയിൽ പോവാറ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്രീക്വൻസി ഡയറക്റ്റ് വേണമെങ്കിൽ ചെയ്യും. അപ്പോൾ ആൻസർ എങ്ങനെ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇതിൽ ഈ LCS സർക്യൂട്ടിലെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇതിലെ ഈ എലമെൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആദ്യം ഇതിൻ്റെ റെസിസ്റ്റൻസുകളൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് 3 എലമെൻസും ഉണ്ട്, ഇൻഡക്ടർ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്, റെസിസ്റ്റൻസും ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി വരും ഓരോന്നിൻ്റെയും. കാരണം അടിയിലുള്ള ഈ ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യണമെങ്കിൽ റെസിസ്റ്റൻസ് അത്യാവശ്യമായിരിക്കും. അതുകൊണ്ട് ഈ ഇൻഡക്ടറിൻ്റെ റെസിസ്റ്റൻസും കപ്പാസിറ്ററിൻ്റെ റെസിസ്റ്റൻസും പ്രത്യേകിച്ച് കണ്ടുപിടിക്കണം. റെസിസ്റ്റൻസ് പിന്നെ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ തന്നിട്ടുണ്ട്, പിന്നെ കാൽക്കുലേറ്റ് ചെയ്യാനൊന്നുമില്ല അല്ലേ. അപ്പോൾ ഇൻഡക്ടറിൻ്റെ റെസിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അറിയില്ല. XL ഈക്വൽ ടു XL ഈക്വൽ ടു L ഒമേഗ എന്നുള്ളതാണ് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അതിൽ ദാറ്റ് ഈസ് XL ഈക്വൽ ടു L ഇൻറ്റു 2πν എന്നുള്ളതാണ് ഈ ഒരു സെക്ഷൻ. ഓക്കെ, ഇതാണ് ഒന്ന് ബേസിക്. മറ്റൊന്ന് ഇതിൽ വേണ്ടത് XC ആണ് എന്നുള്ളതാണ്, കപ്പാസിറ്ററിൻ്റെ റെസിസ്റ്റൻസ് ആണെന്നുള്ളതാണ്. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ റെസിസ്റ്റൻസ് XC ഈക്വൽ ടു 1/C ഒമേഗ എന്നാണ്. ഒമേഗയ്ക്ക് 2πν എന്ന് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ 2πν എന്ന് കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ XC ഈക്വൽ ടു 1/C ഒമേഗ എന്നും കൊടുക്കാം. ഏത് രീതിയിൽ നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ റിയൽ ഫ്രീക്വൻസി ആണെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതണം, അല്ലെങ്കിൽ L ഒമേഗ C ഒമേഗ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, അങ്ങനെ എഴുതാമെന്നുള്ള ഇതാണ് ബേസിക് ഇക്വേഷൻസ്. ഇനി ഇവിടെ ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ എലമെൻറ്റ്സ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. സാധാരണഗതിയിൽ ഫ്രീക്വൻസി തരാറുണ്ട്, പക്ഷെ ഇവിടെ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട്, ആദ്യം ഫ്രീക്വൻസി ഒന്ന് കണ്ടുപിടിക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ ഫ്രീക്വൻസി കണ്ടുപിടിക്കേണ്ട രീതി നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി കണ്ടുപിടിക്കുക എന്നാണ് അല്ലേ. അപ്പോൾ റെസണൻസിൽ ഒമേഗ ഈക്വൽ ടു 1/√LC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പറയുന്നുണ്ട് അല്ലേ. ഓക്കെ, അതിൽ ഇതാണ് റെസണൻസ് ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ഇതിന് ഫ്രീക്വൻസി കണ്ടുപിടിക്കണമെങ്കിൽ ഒമേഗയ്ക്ക് റിയൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കണം വെച്ചാൽ 2πν എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 2πν ഈക്വൽ ടു 1/√LC എന്നുള്ളതായി അല്ലേ. ഓക്കെ, അതിൽ നിന്ന് ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു എഴുതാവുന്നതാണ്. ന്യൂ ഈക്വൽ ടു താഴേക്ക് എടുക്കാം 1/2π എന്ന് എഴുതാം. ഓക്കെ, പിന്നെ ഇത് ഡിനോമിനേറ്ററാണ്, അപ്പോൾ താഴെ √LC എന്നും കൊടുക്കണം. ഇതാണ് ഫ്രീക്വൻസി, റിയൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ആംഗുലാർ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ചില ക്വസ്റ്റ്യനിൽ അങ്ങനെ പറയാറുണ്ടേ. ഇപ്പോൾ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെ പറയുന്നുണ്ട്, ഒരു ക്വസ്റ്റ്യനിൽ ഡിറ്റർമൈൻ ആംഗുലാർ റെസൊണൻസ് ഫ്രീക്വൻസി എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ അതാണ് ഇത് നിർത്തിയാൽ മതി കേട്ടോ, അതിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അത് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. എല്ലിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 5 ഹെൻറി എന്നാണ് തോന്നുന്നു. ഓക്കെ, 5 ഹെൻറി എല്ലിൻ്റെ വാല്യൂ 5 ഹെൻറി. സിൻ്റെ വാല്യൂ 80 μF എന്നാണ് പറയുന്നിട്ടുള്ളത്. μF അതിനെ കൺവേർട്ട് ചെയ്യണം. 80 × 10⁻⁻6 എന്ന് കൊടുക്കണം, ഫാരഡ് എന്ന് കൊടുക്കണം. അങ്ങനെ സീനെ കണ്ടുവരാം. ഇതിന് വേണമെന്ന് വെച്ചാൽ 8 × 10⁻5 എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, 0 കട്ട് ചെയ്യുക, 10 ഇവിടെ ഒന്നും കട്ട് ചെയ്യാം, അപ്പോൾ -5 എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെ സി എടുക്കുക. അങ്ങനെ ഇതിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്നതാണ് 1/2 × 3.14 റൂട്ട് പിന്നെ വാല്യൂ ഇത്ര. അതായത് എല്ലിൻ്റെ വാല്യൂ 8 × 10⁻5 ഇൻറ്റു സിൻ്റെ വാല്യൂ എല്ലിൻ്റെ വാല്യൂ എല്ലിൻ്റെ സിൻ്റെ വാല്യൂ എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 5 ഇൻറ്റു സിൻ്റെ വാല്യൂ 8 × 10⁻5 ഇങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇതിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് ആണ് കേട്ടോ. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീക്വൻസി നിങ്ങൾക്ക് കിട്ടുന്നത് ആണ് എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഫ്രീക്വൻസി കണ്ട് പിടിക്കേണ്ടത്. ഓക്കെ, ഇനി ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ
അതിൻ്റെ ബാക്കി സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് പിന്നെ ചെയ്യേണ്ടത് ഒബ്റ്റെയിൻ ഇമ്പിഡൻസ് ആൻഡ് മാക്സിമം കറണ്ട് അറ്റ് റെസനേറ്റിംഗ് ഫ്രീക്വൻസി എന്നാണ്. ഓക്കെ, അപ്പോൾ ഇമ്പിഡൻസും വേണം, മാക്സിമം കറണ്ട് ഇൻ ദ റെസനേറ്റിംഗ് ഫ്രീക്വൻസി എന്നും വേണം അല്ലേ. ഓക്കെ, അതിന് നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇമ്പിഡൻസിൻ്റെ ഇക്വേഷൻ എടുക്കണം അല്ലേ. ഓക്കെ, ഇമ്പിഡൻസിൻ്റെ ഇക്വേഷൻ ഒരു ലോങ് ഇക്വേഷനാണ്, ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. ഇമ്പിഡൻസ് സെഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സി മൈനസ് എക്സ് എൽ ബി ദി ഹോൾ സ്ക്വയർ എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, അറ്റ് റെസനേറ്റിംഗ് ഫ്രീക്വൻസി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, റെസനേറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ റെസനൻസ് എന്നാണ് അർത്ഥം. റെസനൻസിൻ്റെ മീനിങ്, റെസനൻസ് വരുമ്പോൾ എക്സ് സി ഈക്വൽ ടു എക്സ് എൽ ആണ്. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു എക്സ് എൽ എന്ന് പറയുമ്പോൾ ഈ ഭാഗം പോയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റെസനൻസിൽ സെഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മാത്രമേ വരുള്ളൂ, ബാക്കി 0 ആയി പോയിട്ടോ. ഓക്കെ, റൂട്ട് ഓഫ് ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6 ആയി. ഓക്കെ, അപ്പോൾ റെസനൻസിൽ സെഡ് ഈക്വൽ ടു ആർ എന്നാണ്. ഓക്കെ, അപ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നുമില്ല, ആ ആറിൻ്റെ വാല്യൂ ജസ്റ്റ് കൊടുത്താൽ മതി എന്നുള്ളതാണ്. സെഡ് ഈക്വൽ ടു ദാറ്റ് ആർ ഈക്വൽ ടു ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടല്ലോ. ഓക്കെ, ആറിൻ്റെ വാല്യൂ തന്നിട്ടുള്ളത് 40 ഓം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 40 ഓം എന്നാണ് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ ആയി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇമ്പിഡൻസ് ആയി. ഇനി നമുക്ക് വേണ്ടത് ഇതിൽ മാക്സിമം കറണ്ടാണ് അല്ലേ. ഓക്കെ, മാക്സിമം കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ മാക്സിമം കറണ്ടാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. മാക്സിമം കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐ എം ഈക്വൽ ടു ഇക്വേഷൻ വി എം ബൈ സെഡ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഇമ്പിഡൻസിൽ വി എമ്മിൻ്റെ വാല്യൂ ഒക്കെ ഒന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, വി എമ്മിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വി ആർ എം എസ് തന്നിട്ടുണ്ട്. വി ആർ എം എസ് ഈക്വൽ ടു വി എം ബൈ √2 എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, അതിൽ നിന്ന് വി എം ഈക്വൽ ടു √2 ഇൻറ്റു വി ആർ എം എസ് നമുക്ക് ചെയ്യാവുന്നത് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ ബേസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ വി ആർ എം എസ് ആദ്യം ഒന്ന് വി എം കണ്ടുപിടിക്കുക വി ആർ എം എസിൻ്റെ അടിസ്ഥാനത്തിൽ, എന്നിട്ട് അതേ ആ വാല്യൂ ഇവിടെ കൊടുക്കുക. സെഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ആറിന് ഈക്വൽ ആണെന്നൊക്കെ പറഞ്ഞു അല്ലേ. ഓക്കെ, അപ്പോൾ അതൊക്കെ റെസനേറ്റിംഗ് ഫ്രീക്വൻസിയിലാണ് ഇത് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ വി എമ്മിൻ്റെ വാല്യൂ √2 ഇൻറ്റു വി ആർ എം എസ് എന്ന് പറഞ്ഞാൽ 230 ആണ് കൊടുത്തിട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ള വോൾട്ട് അല്ലേ. അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 300 സംതിങ് ഏകദേശം വരും. ആ വാല്യൂ ഇവിടെ കൊടുക്കുക. പിന്നെ സെഡിൻ്റെ വാല്യൂ നമ്മൾ ആറിന് ഈക്വൽ ആണെന്ന് പറഞ്ഞു, ആ വാല്യൂം കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം കറണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നത് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു, മാക്സിമം കറണ്ടും കിട്ടി. പിന്നെ അതിൽ ഉള്ളത് ഡിറ്റർമൈൻ ആർ എം എസ് പൊട്ടൻഷ്യൽ അക്രോസ് 3 എലമെൻറ്റ്സ് ഓഫ് ദ സർക്യൂട്ട് എന്നാണ്. ഓക്കെ, ആർ എം എസ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ വി ആർ എം എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് 3 എലമെൻറ്റ്സിൻ്റെ കണ്ടുപിടിക്കണം. അതപ്പം എല്ലും ഉണ്ട്, സിയും ഉണ്ട്, ആറും ഉണ്ട് അല്ലേ. അതിൻ്റെയൊക്കെ ആർ എം എസ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. എല്ലിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ വി ആർ എം എസ് ഈക്വൽ ടു ഐ ആർ എം എസ് ഇൻറ്റു എക്സ് എൽ എന്നാണ് പറയുക കേട്ടോ. ഓംസിലാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഓക്കെ, കപ്പാസിറ്ററിൻ്റെത് ഇത് എല്ലിൻ്റെത്. ഓക്കെ, ഇനി കപ്പാസിറ്ററിൻ്റെ ആകുമ്പോൾ വി ആർ എം എസ് ഈക്വൽ ടു ഐ ആർ എം എസ് ഇൻറ്റു എക്സ് സി എന്നാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി റെസിസ്റ്റൻസ് ആകുമ്പോൾ വി ആർ എം എസ് ഈക്വൽ ടു ഐ ആർ എം എസ് ഇൻറ്റു ആർ എന്നാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി ഇതിൽ എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെയാണ് നമുക്ക് ആ എക്സലും എക്സ് സിയും ഒക്കെ ആവശ്യം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഐ എം കിട്ടിക്കഴിഞ്ഞാൽ ഐ ആർ എം എസും കണ്ടുപിടിക്കാം. ഇവിടെ ഇപ്പോൾ ഐ ആർ എം എസ് ഉണ്ട് എല്ലായിടത്തും, സീരീസ് സർക്യൂട്ടാണ്, അതുകൊണ്ട് കറണ്ട് കോൺസ്റ്റൻ്റ് ആണ് നമുക്കറിയാം. ഐ ആർ എം എസ് അങ്ങനെ തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഐ എം നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചത് കൊണ്ട് ഐ ആർ എം എസ് കണ്ടുപിടിക്കാം. ഓക്കെ, ഐ ആർ എം എസ് ഈക്വൽ ടു ഐ എം ബൈ √2 എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇക്വേഷൻ കേട്ടോ. അപ്പോൾ ഐ ആർ എം എസ് ഈക്വൽ ടു ഐ എം ബൈ √2 ആദ്യം കണ്ടുപിടിക്കുക. ശേഷം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ് എൽ എൽ ഇൻറ്റു 2π എന്ന് പറഞ്ഞിട്ട് ഫ്രീക്വൻസി ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അത് വെച്ചിട്ട് അത് കണ്ടുപിടിക്കുക. പിന്നെ എക്സ് സി ഈക്വൽ ടു 1/c ഇൻറ്റു 2π. ഓക്കെ, അത് വെച്ചിട്ട് അതും കണ്ടുപിടിക്കാം. ഈ 3 എലമെൻസും കണ്ടുപിടിച്ചതിന് ശേഷമാണ്, ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഈ പറഞ്ഞ ആർ എം എസ് വാല്യൂ ഓഫ് ഇൻഡക്ടറും കപ്പാസിറ്ററും റെസിസ്റ്ററും
പൊട്ടൻഷ്യൽ ഡ്രോപ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ IRMS എല്ലാവർക്കും ഉണ്ട്, XC XL ഒക്കെ ഇങ്ങനെ കിട്ടി. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. റെസിസ്റ്റൻസിൻ്റെ ആകുമ്പോൾ പിന്നെ ഇതേപോലെ X എന്നൊന്നും പറഞ്ഞിട്ടില്ല, റെസിസ്റ്റൻസ് 6 ആണല്ലോ അതിൻ്റെ വാല്യൂ കൊടുത്താൽ. അപ്പോൾ അങ്ങനെ 3 പൊട്ടൻഷ്യലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതൊക്കെ ചെയ്തിങ്ങനെ എടുക്കണം, ഓരോ വാല്യൂ ഇങ്ങനെ ചെയ്ത് നോക്കി ഇങ്ങനെ എടുക്കണം. അപ്പോൾ അങ്ങനെ തന്നെ അത് കിട്ടുള്ളൂ. പക്ഷെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റെസനേറ്റിംഗ് ഫ്രീക്വൻസിയിലാണ് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. ഏകദേശം ഹിൻസ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നത് ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യനാണ്. 19ാമത്തെ ക്വസ്റ്റ്യനാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഓക്കെ, വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്? ഇത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ ആണെന്നുള്ളതാണ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിലെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമുണ്ട്. ഒരു കപ്പാസിറ്ററിൽ അല്ലേ പഠിച്ചിട്ടുണ്ടാവും. കപ്പാസിറ്ററിൽ പിന്നെ ഡെവലപ്ഡ് ആവുന്ന കറണ്ടാണ് ഇൻസൈഡ് ദ കപ്പാസിറ്റർ അല്ലേ. കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ ഡെവലപ്ഡ് ആവുന്ന കറണ്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്, ID എന്നൊക്കെ പറയും അല്ലേ. ഓക്കെ, അപ്പം കപ്പാസിറ്ററിന് കറണ്ട് ചാർജ് കൊടുക്കുന്ന സമയത്ത് അതിങ്ങനെ ചാർജ് ചെയ്യും. ഓക്കെ, കപ്പാസിറ്റർ ഇങ്ങനെ ചാർജ് ചെയ്യും. ചാർജ് ചെയ്യുന്ന സമയത്ത് ടൈമിനനുസരിച്ച് അതിൻ്റെ ചാർജ് ഡെൻസിറ്റി സിഗ്മ മാറിക്കൊണ്ടിരിക്കും. സിഗ്മ, ഓക്കെ, സിഗ്മ ഈക്വൽ ടു ചാർജ് ഡിവൈഡഡ് ബൈ ഏരിയ എന്നൊക്കെയാണല്ലോ. ഓക്കെ, അപ്പോൾ സിഗ്മ ചാർജ് ചെയ്യുന്നതിനനുസരിച്ച് സിഗ്മ മാറിക്കൊണ്ടിരിക്കും. സിഗ്മ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ചാർജ് ഡെൻസിറ്റി മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡിൽ മാറ്റം വരും. ബിക്കോസ് കപ്പാസിറ്റർ ഒരു പോസിറ്റീവ് പ്ലേറ്റ് ഒരു നെഗറ്റീവ് പ്ലേറ്റും ആണല്ലോ. അതിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ E ഈക്വൽ ടു സിഗ്മ ബൈ ε0 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു സിഗ്മ ബൈ ε0. അപ്പോൾ സിഗ്മ മാറുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ മാറുന്ന ഇലക്ട്രിക് ഫീൽഡിനെ വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് പറയുക. അങ്ങനെ വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് അവിടെ ഈ കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ ഒരു കറണ്ട് ഡെവലപ്ഡ് ആവും. ആ കറണ്ടിനെ പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പേര് പറയും. സോ വാട്ട് യു മീൻ ബൈ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് വെച്ചാൽ കറണ്ട് ഡെവലപ്ഡ് ഇൻസൈഡ് എ കപ്പാസിറ്റർ ഡ്യൂ ടു ദ ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് പറയുക കേട്ടോ. ആ ഇലക്ട്രിക് ഫീൽഡിനെ ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് പറയുക. ഓക്കെ, ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്നാണ് പറയുക കേട്ടോ. ഇക്വേഷൻ വേണമെങ്കിൽ എഴുതാം, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ID എന്നൊക്കെ സിമ്പിൾ വേണമെങ്കിൽ കൊടുക്കാം. ഏത് വേണമെച്ചാലും സിമ്പിൾ എടുക്കാം കേട്ടോ. സ്മാൾ ലെറ്റർ ID എന്നോ ക്യാപിറ്റൽ ലെറ്റർ ID എന്നോ നിർബന്ധമൊന്നുമില്ല, എങ്ങനെ വേണമെച്ചാലും എടുക്കാം ആണ്. സോ ID ഈക്വൽ ടു ε0 d∅/dt എന്നുള്ളതാണ് ഒരു ഇക്വേഷൻ. മറ്റൊന്ന് ഫൈക്ക് E കൊടുത്തു കഴിഞ്ഞാൽ ID ഈക്വൽ ടു ε0 A ഇൻറ്റു DE/dt എന്ന് പറഞ്ഞിട്ടും ഒരു ഇക്വേഷൻ കിട്ടും. ഇതൊക്കെ ക്ലാസ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ പ്രോബ്ലംസൊക്കെ ചെയ്യാറ് ഉള്ളത് എന്നുള്ളതാണ്. ഓക്കെ, ബേസിക് ഇക്വേഷൻസ് ആണെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ഇക്വേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ഡെഫിനേഷനിൽ ഒതുക്കാം, അങ്ങനെ വേണ്ട പോലെ ചെയ്യും. ഇനി ഇതിൻ്റെ മറ്റൊരു സെക്ഷൻ വരുന്ന മറ്റൊരു B പാർട്ട് വരുന്നത് നോക്കിയേ. In order to establish displacement current of 1 milliampere in the space between the plates of 3 μF parallel plate capacitor, the potential difference needed to apply is X അല്ലെങ്കിൽ കൈ വോൾട്ട് പെർ സെൻറ്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് വോൾട്ട് പെർ സെക്കൻഡ്, സെൻറ്റിമീറ്റർ അല്ല, വോൾട്ട് പെർ സെക്കൻഡ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വോൾട്ട് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിവൈഡ് ബൈ ടൈം എന്നാണ് അർത്ഥം അല്ലേ. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് X എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിവൈഡ് ബൈ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ വാല്യൂ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് പൊട്ടൻഷ്യൽ ഡിവൈഡഡ് ബൈ ടൈം അല്ലേ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻ എടുക്കാം. ആ കറണ്ട് I ഈക്വൽ ടു d/dt ഓഫ് Q എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ എടുക്കാം. ഓക്കെ, Qക്ക് CV എന്ന് കൊടുക്കാം, കപ്പാസിറ്റർ അല്ലേ, CV എന്ന് കൊടുക്കാം. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിത് I ഈക്വൽ ടു d/dt ഓഫ് CV എന്നുള്ളതായി അല്ലേ. ഓക്കെ, അതിൽ നിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് സീനെ കോൺസ്റ്റൻറ്റിനെ പുറത്തേക്ക് എടുക്കണം അല്ലേ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് I ഈക്വൽ ടു C ഇൻറ്റു dV/dt എന്ന് കിട്ടും അല്ലേ. ഈ dV/dt പൊട്ടൻഷ്യൽ ഡിവൈഡ് ബൈ ടൈം എന്ന് പറയുക അല്ലേ. അതാണിപ്പോൾ ഇവിടെ
വോൾട്ട് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത്. പൊട്ടൻഷ്യൽ ഡിവൈഡ് ബൈ സെക്കൻഡ്, പൊട്ടൻഷ്യൽ ബൈ ടൈം കേട്ടോ. അപ്പോൾ ഇതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, പൊട്ടൻഷ്യൽ പെർ സെക്കൻഡ്. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിവൈഡ് ബൈ ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡി വി ബൈ ഡി ടീനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡി വി ബൈ ഡി ടി ഈക്വൽ ടു, അതായത് പൊട്ടൻഷ്യൽ പെർ സെക്കൻഡ് ഈക്വൽ ടു ഐ ബൈ സി എന്ന് കൊടുക്കാവുന്നതാണ്. ഐ ബൈ സി കേട്ടോ. അപ്പം പൊട്ടൻഷ്യൽ ബൈ ടൈം മീൻസ് പൊട്ടൻഷ്യൽ പെർ സെക്കൻഡ് ഈക്വൽ ടു ഐ ബൈ സി. ഐയുടെ വാല്യൂ തന്നിട്ടുണ്ട്, ഐയുടെ വാല്യൂ 1 മില്ലി ആംബിയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഐൻ്റെ വാല്യൂ 1 മില്ലി ആംബിയർ മീൻസ് 1 × 10⁻³ ആംബിയർ അല്ലേ, ഡിവൈഡഡ് ബൈ ഐ ബൈ സി എന്നാണ് അല്ലേ. സിയുടെ വാല്യൂ 3 μF കൺവേർട്ട് ചെയ്യണം, 3 × 10⁻6 എന്നും കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ 1/3 × 10⁻, 1/3 × 10⁻³ എന്ന് കിട്ടും അല്ലേ. 10⁻³ 10⁻6 കട്ട് ചെയ്തിട്ട് 10⁻³ മുകളിലേക്കാണ്. അപ്പോൾ 10⁻³ എന്ന്, അപ്പോൾ 1/3 × 10⁻³ എന്നുള്ള രീതിയിൽ ആൻസർ വരും എന്നുള്ളതാണ്. 1/3 × 10⁻³ കേട്ടോ. ഓക്കെ, 1000 ഡിവൈഡ് ബൈ 3 എന്ന് വരും. 1000 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 333 എന്നുള്ള രീതിയിലേക്ക് പോയിൻ്റ് സംതിങ് പറഞ്ഞിട്ട് വരും കേട്ടോ. ഓക്കെ ഓക്കെ 333 പോയിൻ്റ് സംതിങ് പറഞ്ഞിട്ട് ഏകദേശം എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എത്രയാണ് അതിൻ്റെ വാല്യൂ വരിക എന്നുള്ളതാണ്. ഇത്രയും വോൾട്ട് പെർ സെക്കൻഡ് എന്നാണ് പറയുക കേട്ടോ, വോൾട്ട് പെർ സെക്കൻഡ്. ഓക്കെ, അത് ആ വാല്യൂ ആണ് ഇവിടെ വോൾട്ട് പെർ സെക്കൻഡ് എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാണ് ഈ വോൾട്ട് പെർ സെക്കൻഡ് ഡി വി ബൈ ഡി ടി. ഓക്കെ, കിട്ടുകയാണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ, അത് ഓപ്റ്റിക്സിലെ ക്വസ്റ്റ്യൻ ആണെന്നുള്ളതാണ്. ഓക്കെ മക്കളുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓപ്റ്റിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. An object is placed at 10 cm in front of a concave mirror കേട്ടോ, concave mirror of radius of curvature 15 cm കേട്ടോ. ഓക്കെ, ഫൈൻഡ് ഇറ്റ്സ് പൊസിഷൻ, മാഗ്നിഫിക്കേഷൻ ആൻഡ് നേച്ചർ ഓഫ് ദ ഇമേജ്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ഏകദേശമൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ തന്നെ. നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. ഒരു കോൺകേവ് മിറർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ ആദ്യം ഇമാജിൻ ചെയ്യണ ഒരു കോൺകേവ് മിറർ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുന്നു. ഇവിടെ ഒരു കോൺകേവ് മിറർ ഇങ്ങനെ വരയ്ക്കുന്നു, കോൺകേവ് മിറർ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കോൺകേവ് മിറർ കൊടുത്ത് പ്രിൻസിപ്പൽ ആക്സിസ് എന്നുള്ള രീതിയിലൊക്കെ വെറുതെ ഒന്ന് വരച്ചിട്ടുണ്ട്. ഇനി ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് 10 cm ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ എന്നാണ് പറഞ്ഞല്ലേ. അപ്പോൾ ഒരു 10 cm ഒരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നു കേട്ടോ. ഒബ്ജക്റ്റ് വെച്ച് 10 cm ദൂരത്താണ് വെച്ചിരിക്കുന്നത്, 10 cm. ഓക്കെ, അപ്പോൾ യു ആണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നമുക്കറിയാം, അതാണ് ഈ 10 cm എന്ന് തന്നിട്ടുള്ളത്. ഓക്കെ, പക്ഷെ നമ്മൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യാണ്ട് പ്രോബ്ലം ചെയ്യരുത്. സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ തെറ്റും കേട്ടോ. അപ്പോൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുകയാണെന്ന് വെച്ചാൽ സിംപ്ലി ഇത് പറയുകയാണെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിലാണ്, ലെഫ്റ്റ് സൈഡിലുള്ള മെഷർമെൻ്റ് ഒക്കെ നെഗറ്റീവാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, റൈറ്റ് സൈഡൊക്കെ പോസിറ്റീവ് ആയിരിക്കും അല്ലേ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസ് എന്താ പറയുക, പിന്നെ ഇൻസിഡൻറ്റ് റേക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മളിത് മെഷർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് നെഗറ്റീവ് എടുക്കാൻ കാരണം. ഞാൻ അങ്ങനെ വലിയ സംഭവമായിട്ട് അറിയില്ലെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പഠിച്ചിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ എടുത്തില്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള മെഷർമെൻ്റ് ഒക്കെ നെഗറ്റീവ്. അതുകൊണ്ട് തന്നെ -10 cm എന്നാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എടുക്കേണ്ടത് കേട്ടോ. മനസ്സിലായി കാണുന്നുണ്ട്. ഇനി റേഡിയസ് ഓഫ് കർവേച്ചർ, റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇത് വളഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഇമാജിനറി സ്ഫിയർ വരച്ചിട്ട് അതിൻ്റെ സെൻറ്റർ എടുക്കുകയാണെങ്കിൽ ആ സെൻറ്ററിൽ നിന്ന് പോളിലേക്കുള്ള ദൂരത്തിനെയാണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുക അല്ലേ. അത് ഏകദേശം 6 ഇങ്ങോട്ടാണ് റേഡിയസ് ഓഫ് കർവേച്ചർ വരിക അല്ലേ. ഓക്കെ, 6ൻ്റെ വാല്യൂ പറയുന്നത് ഏകദേശം പറഞ്ഞിട്ടുള്ളത് 15 cm എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതും ഈ ലെഫ്റ്റ് സൈഡ് തന്നെയാണ്, നെഗറ്റീവ് എടുക്കണം. ഓക്കെ, സോ -15 cm എന്നാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി ഫൈൻഡ് ദ പൊസിഷൻ, മാഗ്നിഫിക്കേഷൻ ആൻഡ് നേച്ചർ ഓഫ് ദ ഇമേജ്. ഓക്കെ, ആദ്യം പൊസിഷൻ ഓഫ് ഇമേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പൊസിഷൻ ഓഫ് ഇമേജ് എന്ന് പറഞ്ഞാൽ വി ആണ് അല്ലേ. ഒബ്ജക്റ്റ് ഇമേജ് ഡിസ്റ്റൻസ് വി ആണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും ഫോക്കൽ ലെങ്ത്തും തമ്മിൽ കണക്ഷൻ ഉണ്ട് നമുക്കറിയാം, മിറർ ഉണ്ട് അല്ലേ. മിറർ ഫോർമുല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ റേഡിയസ് ഒക്കെ വെച്ചാണ് തന്നിട്ടുള്ളത്, അതിന് ഫോക്കൽ ലെങ്ത്ത് കണ്ടുപിടിക്കേണ്ടി വരും അല്ലേ. ഓക്കെ,
അപ്പോൾ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുകയാണെന്ന് വെച്ചാൽ എഫ് ഈക്വൽ ടു R/2 എന്നുള്ളതാണ് ഇക്വേഷൻ അല്ലേ. ഫോക്കൽ ലെങ്ത്തും റേഡിയസ് ഒക്കെ വെച്ച് നമ്മളെ ബന്ധമാണ് എഫ് ഈക്വൽ ടു R/2 അല്ലെങ്കിൽ R ഈക്വൽ ടു 2F. അപ്പോൾ അതിൽ നിന്ന് ആറിൻ്റെ വാല്യൂ -15 തന്നതുകൊണ്ട് ദിസ് ഈസ് ഈക്വൽ ടു -15/2 എന്നെടുക്കാം കേട്ടോ. ഇനി അതല്ലെങ്കിൽ അതിൻ്റെ 7.5 എന്നുള്ള രീതിയിൽ എടുക്കാവുന്നതാണ്. എങ്ങനെ വേണമെച്ചാലും നിങ്ങൾക്ക് എടുക്കാം. -7.5 കേട്ടോ. ഒപ്റ്റിക്സിൻ്റെ ഒരു പ്രത്യേകത എന്താണോ, സെൻറ്റിമീറ്റർ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട, അങ്ങനെ യൂണിറ്റുകൾ കൺവേർഷൻ നടത്തേണ്ടി വരില്ല എന്നുള്ളതാണ്. ഓക്കെ, ബിക്കോസ് എല്ലേത് വരെ യൂണിറ്റിലാണ് തന്നിട്ടുണ്ടാവുക, സെൻറ്റിമീറ്ററിലായിരിക്കും മിക്കതും. അപ്പോൾ -7.5 സെൻറ്റിമീറ്റർ എന്നായി കേട്ടോ. ഇനി ഇങ്ങനെ എടുത്താലും മതിയെ, -15/2 എടുത്താലും മതി, കട്ട് ചെയ്ത് പോകണമെന്ന് അങ്ങനെ ചെയ്യാം. അപ്പോൾ എഫ് അങ്ങനെയായി. ഇനി വി കണ്ടുപിടിക്കാം. നമ്മുടെ ഇക്വേഷൻ എടുക്കാം, മിറർ ഫോർമുല എടുക്കാം. അപ്പോൾ വി നോ 1/v + 1/u = 1/f അല്ലേ. മിറർ ഇക്വേഷൻ, മിറർ ഫോർമുല എന്നൊക്കെ പറയും. പൊസിഷൻ ഓഫ് ഇമേജ് ആയതുകൊണ്ട് 1/v = എഴുതുകയാണെങ്കിൽ 1/f - 1/u എന്ന് കൊടുക്കാം അല്ലേ. ഓക്കെ, ഇതിൻ്റെ വാല്യൂസ് കൊടുത്താൽ മതി. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/fൻ്റെ വാല്യൂ പറഞ്ഞു -7.5 എന്നായി, മൈനസ് യുവിൻ്റെ വാല്യൂ -10 എന്നാണ് അല്ലേ, -10. ഓക്കെ, അപ്പോൾ -10 ആകുമ്പോൾ 1/-10 എഴുതുമ്പോൾ മൈനസും പ്ലസ് ആക്കുകയാണെ, +10 ആക്കിട്ടോ. അവിടെ മൈനസും പ്ലസ് ആയി. സോ ദിസ് ഈക്വൽ ടു 1/10 - 1/7.5 എന്നായി. ഓക്കെ, ഇത് ക്രോസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് 7.5 - 10. ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്യുന്നവർ കാൽക്കുലേറ്റർ ചെയ്താൽ മതി കേട്ടോ, പെട്ടെന്ന് കിട്ടുവേ. ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത് പറയാൻ നോക്കാം. അപ്പോൾ -10, 7.5 - 10 ഡിവൈഡ് ബൈ 7.5 × 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 അല്ലേ. സോ ദിസ് ഈക്വൽ ടു -2.5 അല്ലേ. ഓക്കെ, -2.5 ഡിവൈഡ് ബൈ 75 എന്ന് വരും അല്ലേ. ഓക്കെ, ഇതാണ് 1/vയുടെ വാല്യൂ. ഓക്കെ, അപ്പോൾ വിയുടെ വാല്യൂ നേരെ തിരിച്ചിട്ടാൽ മതി. അപ്പോൾ അത് ഏകദേശം വരിക, വി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 75 ഡിവൈഡ് ബൈ 2.5 അല്ലേ, മൈനസ് ഉണ്ട്. സോ ആൻസർ -30 സെൻറ്റിമീറ്റർ എന്നുള്ള രീതിയിലാണ് വരിക കേട്ടോ. കാൽക്കുലേറ്റ് ചെയ്താൽ -30 എന്നുള്ള വരിക. ഇതാണ് ഇമേജിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന വിൻ്റെ വാല്യൂ കേട്ടോ, -30 സെൻറ്റിമീറ്റർ എന്നാണ്. അപ്പോൾ നമ്മൾ ഫൈൻഡ് ഇറ്റ്സ് പൊസിഷൻ എന്ന് പറയുന്നിടത്ത് നമ്മൾ ഇനി ആൻസർ ചെയ്താവുന്നതാണ്. എ എന്ന് പറയുന്ന ഭാഗത്ത് A, B, C എന്നില്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് എഴുതിയാൽ മതി. ഇവിടെ എഴുതാം ഇമേജ് ഈസ് ഫോംഡ് അറ്റ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഇവിടെ മൈനസ് ആണ് തന്നിട്ടുള്ളത് അല്ലേ, വി നെഗറ്റീവാണ്. വി നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ഇമേജ് ഡിസ്റ്റൻസ് ഫോം ചെയ്തതെന്നാണ് അതിൻ്റെ മീനിങ്. അങ്ങനെയാണെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ ഫോം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ആൻസർ എഴുതുമ്പോൾ എന്ത് എഴുതണമെന്നോ, ഇമേജ് ഈസ് ഫോംഡ് അറ്റ് 30 സെൻറ്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ദ കോൺകേവ് മിറർ എന്നാണ് എഴുതേണ്ടത് കേട്ടോ. ഇനി ഇല്ലെങ്കിൽ ലോക്കലായിട്ട് എഴുതുകയാണെന്ന് വെച്ചാൽ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കോൺകേവ് മിറർ അറ്റ് 30 സെൻറ്റിമീറ്റർ എന്നൊക്കെ എഴുതാം. ഓക്കെ, അപ്പോൾ അതിനേരം നല്ല നേരത്തെ പറഞ്ഞ സെൻറ്റൻസാണ്. അപ്പോൾ അതാണ് ഇമേജിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കുക എന്നുള്ള പോയിന്റിലേക്ക് നമ്മൾ കൊടുക്കേണ്ട പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യുക, വാക്കും കൊടുക്കുക കേട്ടോ. കഴിഞ്ഞു. ഇനി മാഗ്നിഫിക്കേഷനാണ് പറഞ്ഞിട്ടുള്ളത് അടുത്തത്. മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ മിററിൽ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ലെൻസിലും മിററിലും മാഗ്നിഫിക്കേഷൻ വ്യത്യാസമുണ്ട് അല്ലേ. മാഗ്നിഫിക്കേഷൻ M = -v/u എന്നുള്ളതാണ് ഇക്വേഷൻ എന്നുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ M = കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ മൈനസ് അതേപോലെ കൊടുക്കണം. വിയുടെ വാല്യൂ ഇപ്പോൾ നമുക്ക് കിട്ടിയത് -30 ആണ് അല്ലേ. -30 ഡിവൈഡ് ബൈ യുവിൻ്റെ വാല്യൂ -10 ആണ് അല്ലേ. ഒരു മൈനസും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാലും ബാക്കി ഒരു മൈനസ് അവിടെ നിൽക്കും അല്ലേ. അപ്പോൾ -30 ഡിവൈഡ് ബൈ 10 ചെയ്ത് കഴിഞ്ഞാൽ -3 എന്ന ആൻസർ വരും അല്ലേ, -3. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ -3 എന്ന് പറയുമ്പോൾ അതിനർത്ഥം എം നെഗറ്റീവാണ് എന്നുള്ളതാണ്. എം നെഗറ്റീവായിട്ട് വരുമ്പോൾ നേച്ചർ ഓഫ് ഇമേജ് നമുക്ക് പറയാവുന്നതാണ്. എമ്മിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നേച്ചർ ഓഫ് ഇമേജ് ഈസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് എന്നാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ സെൻറ്റൻസ് കൊടുക്കണം. ഹിയർ എം ഈസ് നെഗറ്റീവ്, ഹെൻസ് നേച്ചർ ഓഫ് ഇമേജ് ഈസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് കേട്ടോ. അങ്ങനെയാണ് ഇത് കൺക്ലൂഡ് ചെയ്യേണ്ടത്. കഴിഞ്ഞു ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നേരെ തിരിച്ച് എമ്മിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ വേർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് എന്നുള്ള രീതിയിലേക്കാണ് സെൻറ്റൻസ് പോകേണ്ടത് കേട്ടോ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇതിപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയി അല്ലേ. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നു. സ്റ്റേറ്റ് ലോ ഓഫ് റിഫ്ലക്ഷൻ.
ഓക്കെ, ബി ക്വസ്റ്റ്യൻ. എ ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അല്ലേ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ 2 പോയിൻറ്റ്സ് എഴുതണം. റിഫ്ലക്ഷൻ്റെ സമയത്ത് ഓക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു അല്ലേ. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലും അല്ലേ, നോർമലും ഒരേ പ്ലെയിനുമ്മലാണ് എന്നുള്ളതാണ്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് പറയേണ്ടത് ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ ലൈ ഓൺ സെയിം പ്ലെയിൻ എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് പറയേണ്ടത് ഹിയർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആയിരിക്കും എന്നുള്ളതുമാണ് കേട്ടോ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, ഇതാണ് 2 പോയിന്റ്സുകൾ. ഇതിനെയാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, കഴിഞ്ഞു. ഇനി എക്സ്പ്ലെയിൻ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അല്ലേ, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നേരത്തെ നമ്മൾ റേ ട്രാവൽ ചെയ്യുന്നത് എവിടെ നിന്ന് എങ്ങോട്ടെന്നൊക്കെ ജസ്റ്റ് മെൻഷൻ ചെയ്തിരുന്നു ക്രിറ്റിക്കൽ ആംഗിൾ ഡിറൈവ് ചെയ്തപ്പോൾ. അതായത് ഇങ്ങനെ ഡെൻസർ മീഡിയം, റെയർ മീഡിയം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിറ്റിക്കൽ ആംഗിളായി മാറുന്ന സമയത്ത് റിഫ്രാക്റ്റഡ് റേ 90 ഡിഗ്രി ആംഗിൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് 90 ഡിഗ്രി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് പേര് പറഞ്ഞു അല്ലേ. ഇനി ക്രിറ്റിക്കൽ ആംഗിളിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ I greater than C ആണെങ്കിൽ കണ്ടീഷൻ അല്ലേ, അങ്ങനെയാണെങ്കിൽ ആ റേ റിഫ്ലക്സ് ബാക്ക് ടു ദ സെയിം മീഡിയം എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ അത് മുഴുവൻ ഡെൻസറാണ്, ഡെൻസറിലേക്ക് തന്നെ തിരിച്ചു വന്നു എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ഈ ഫിനോമിനെ പറയുന്ന പേരാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ 2 കണ്ടീഷനോട് കൂടി സെൻറ്റൻസ് എഴുതണം. പിന്നെ ഒന്നാമത്തെ കൺസിഡർ റേ ട്രാവൽ ഫ്രം ഡെൻസർ ടു റെയർ മീഡിയം കേട്ടോ, ഒന്നാമത്തെ കണ്ടീഷൻ. കൺസിഡർ ലൈറ്റ് ട്രാവൽ ഫ്രം ഡെൻസർ ടു റെയർ മീഡിയം. രണ്ടാമത്തെ കണ്ടീഷൻ ഈഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിറ്റിക്കൽ ആംഗിൾ, അങ്ങനെയാണെങ്കിൽ ദ റേ റിഫ്ലക്സ് ബാക്ക് ടു ദ സെയിം മീഡിയം. ഓക്കെ, ദിസ് ഫിനോമിനൺ ഈസ് കോൾഡ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ റിഫ്ലക്ഷൻ്റെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ 2 കണ്ടീഷൻസുമായി സെൻറ്റൻസും പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ പഠിച്ചതായിരിക്കും, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഓക്കെ, അടുത്തത് നമുക്ക് വേണ്ടത് നമ്മളെ 22 ക്വസ്റ്റ്യൻ സെക്ഷൻ മാറിയിട്ടുണ്ട് അല്ലേ. 22 വരുന്നത് നമ്മളെ 4 മാർക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പിന്നെ 4 മാർക്ക് വരുന്നത് പ്രോബ്ലംസും ഉണ്ട്, അതുപോലെ തന്നെ ഡെറിവേഷൻസും ഉണ്ട് എന്നുള്ളതാണ്. നോക്കാം നമുക്ക്. ഫിസിക്സിൻ്റെ സ്റ്റാൻഡേർഡ് എല്ലായിടത്തും കീപ്പ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണിത്, എല്ലാ ഭാഗത്തും. ഓക്കെ, അടിപൊളി ക്വസ്റ്റ്യൻ പേപ്പർ. നോക്കാം. എ പാർട്ട് ഷോ ദാറ്റ് സെൽഫ് ഇൻഡക്റ്റൻസ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ഇൻഡ്യൂസ്ഡ് EMF. ഓക്കെ, അതാണ് ഒന്നാമത് പറഞ്ഞിരിക്കുന്നത്. അത് ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള ചാപ്റ്ററിലുള്ള ടോപ്പിക്കാണ്. വാട്ട് ഡു യു മീൻ ബൈ മ്യൂച്വൽ ഇൻഡക്ഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ലാസ്റ്റ് ഭാഗം. ഓക്കെ, EMI ആയിട്ട് ലാസ്റ്റ് നോക്കാം. എ പാർട്ട് എങ്ങനെയാണെന്നുള്ളത്, സെൽഫ് ഇൻഡക്റ്റൻസ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ഇൻഡ്യൂസ്ഡ് EMF. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ അവിടെ കിടക്കട്ടെ, നമുക്ക് ടോപ്പിക് ഒന്ന് നോക്കാം, ഒന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. നമുക്കറിയാം ഫാരഡേസ് ലോ എപ്സിലോൺ ഈക്വൽ ടു -d∅/dt. എല്ലാവർക്കും അറിയുന്നു ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലേ. ഓക്കെ, എപ്സിലോൺ ഈക്വൽ ടു -d∅/dt. ലെൻസ് ലോയും കൂടി കണക്ട് ചെയ്തിട്ടാണ് നെഗറ്റീവ് സൈൻ കൊടുത്തതെന്നൊക്കെ നമുക്കറിയാം. ഫ്ലക്സിൻ്റെ ഇക്വേഷൻ φ ഈക്വൽ ടു Li അല്ലേ. ആ വാല്യൂ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മാറ്റി എഴുതാം. എപ്സിലോൺ ഈക്വൽ ടു -d/dt ഓഫ് Li എന്നായി അല്ലേ. ഓക്കെ, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എല്ലിനെ പുറത്തേക്ക് എടുക്കാം. സോ എപ്സിലോൺ ഈക്വൽ ടു മൈനസ് എല്ലിനെ പുറത്തേക്ക് എടുത്തു di/dt എന്ന് എഴുതാം. ബിക്കോസ് കറണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ, അതാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എപ്സിലോൺ ഈക്വൽ ടു ഇങ്ങനെ കിട്ടി അല്ലേ. ഇതൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ. ഇതിനെ വെച്ചിട്ട് പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സെൽഫ് ഇൻഡക്റ്റൻസ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ഇൻഡ്യൂസ്ഡ് EMF എന്നാണ്. സെൽഫ് ഇൻഡക്റ്റൻസിന് L എന്ന് പറയും, ഇൻഡ്യൂസ്ഡ് EMFന് എപ്സിലോൺ എന്ന് പറയും. എപ്സിലോൺ എന്നാണ് പറയുക. ഇനി വേണമെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ക്ലാസ് റൂമിൽ ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവും ലെറ്റർ കേട്ടോ. എന്നോ എപ്സിലോൺ എന്നൊക്കെ ഉപയോഗിക്കാം. എപ്സിലോൺ NCERTയിലുള്ള സിമ്പിൾ ആയതുകൊണ്ട് നമ്മൾ അത് വെച്ചിട്ട് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ, അതിലൊന്നും വലിയ കഥയല്ലേ. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ കിട്ടിയിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്കിവിടെ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുക വേണ്ടത്. അതായത് L ഈക്വൽ ടു എപ്സിലോൺ എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനെന്താ ചെയ്യേണ്ടതെന്നോ, ഈ di/dt വാല്യൂ 1 എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ
ഇഫ് di/dt ഈക്വൽ ടു 1, വേണമെങ്കിൽ യൂണിറ്റ് കൊടുക്കാം, കറണ്ടാണ് ടൈമും ആണ്. ഓക്കെ, ആംബിയർ പെർ സെക്കൻഡ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഇനി കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലേ, ആംബിയർ പെർ സെക്കൻഡ് കേട്ടോ, മീൻസ് 1 യൂണിറ്റ് കറണ്ട് പെർ യൂണിറ്റ് ടൈമിൽ. അങ്ങനെയാണെങ്കിൽ di/dt ഈക്വൽ ടു 1 ആണെങ്കിൽ ദെയർഫോർ എഫ്സിലോൺ ഈക്വൽ ടു -L എന്ന് കൊടുക്കാം അല്ലേ. ഈ വാല്യൂ 1 ആയിപ്പോയി, എഫ്സിലോൺ ഈക്വൽ ടു -L. അപ്പോൾ ഈ നെഗറ്റീവ് സൈൻ ഒഴിവാക്കുകയാണെങ്കിൽ എഫ്സിലോൺ ഈക്വൽ ടു L എന്ന് പറയും അല്ലേ. ഇങ്ങനെ എഴുതുന്നതിനെയാണ് ന്യൂമറിക്കലി ഈക്വൽ ടു എന്ന് പറയുക കേട്ടോ, ഈക്വൽ ടു എന്ന് പറയുക. ഓക്കെ, സോ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് ആയി കേട്ടോ. ഇതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, ഷോ ദാറ്റ് സെൽഫ് ഇൻഡക്റ്റൻസ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ഇൻഡ്യൂസ്ഡ് EMF. ഓക്കെ, രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ന്യൂമറിക്കലി ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഒഴിവാക്കട്ടോ, ദാറ്റ്സ് ഓൾ. അപ്പോൾ അത് കഴിഞ്ഞു. ദെൻ രണ്ടാമത്തെ വാട്ട് ഡു യു മീൻ ബൈ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നുള്ളതാണ് അല്ലേ. അതിപ്പോൾ എല്ലാവർക്കും അറിയാം. ഒരു കോയിൽ കൂടെ വേരിയും കറണ്ട് കടന്നു പോകുമ്പോൾ അടുത്ത കോയിലിൽ ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിനോമിന പറയുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലേ. ഫിനോമിനൺ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ നൈബറിംഗ് കോയിൽ വെൻ വേരിയിങ് കറണ്ട് പാസിംഗ്, നൈബറിംഗ് അല്ല, ഫസ്റ്റ് പറയേണ്ടത് ഫിനോമിനൺ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ എ കോയിൽ വെൻ വേരിയിങ് കറണ്ട് പാസിംഗ് ത്രൂ ദ നൈബറിംഗ് കോയിൽ. അങ്ങനെയൊക്കെ പറയാവുന്നതാണ്. ഓക്കെ, NCERT പറയുന്ന സെൻറ്റൻസ്. ഞാൻ അതല്ലെങ്കിൽ ഫിനോമിനൺ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ സെക്കൻഡറി കോയിൽ വെൻ വേരിയിങ് കറണ്ട് പാസിംഗ് ത്രൂ ദ പ്രൈമറി കോയിൽ എന്നും പറയാം. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ചാലും സംഭവം ഒരു കോയിൽ കൂടെ വേരിയിങ് കറണ്ട് കടന്നു പോകുമ്പോൾ മറ്റേ കോയിലിൽ ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിനോമിനൺ, ദിസ് ഈസ് കോൾഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ. കഴിഞ്ഞു കേട്ടോ. അടുത്തത് വീണ്ടും പ്രോബ്ലമാണ് വന്നിട്ടുള്ളത്, നല്ല ഒരു പ്രോബ്ലമാണ്. റെസിസ്റ്റർ ഓഫ് 200 ohm. നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത് AC ആണ് വീണ്ടും കേട്ടോ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. റെസിസ്റ്റർ ഓഫ് 200 ohm ആൻഡ് കപ്പാസിറ്റർ ഓഫ് 15 mF ആർ കണക്റ്റഡ് ഇൻ സീരീസ് ടു എ 220 volt 50 Hz AC സോഴ്സ്. ഓക്കെ, അപ്പോൾ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഈ കണക്റ്റഡ് വിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വോൾട്ടേജാണ് VRMS എന്ന് പറഞ്ഞിട്ട് എടുക്കേണ്ടത് കേട്ടോ, ഇല്ലെങ്കിൽ അതൊക്കെ തെറ്റും. ഓക്കെ, ശ്രദ്ധിക്കണം അത്. ഓക്കെ, പിന്നെ ഇവിടെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട്. ഓക്കെ, പിന്നെ ഇവിടെ റെസിസ്റ്റർ ഓഫ് റെസിസ്റ്റൻസ് R തന്നിട്ടുണ്ട്, പിന്നെ കപ്പാസിറ്റൻസ് Cയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഒരു സർക്യൂട്ടിൻ്റെ പ്രത്യേകത എന്താണെന്നോ, സാധാരണ നമുക്ക് L-ഓ C-യോ R-ഓ വ്യത്യസ്തമായിട്ടുണ്ടാവും, അല്ലെങ്കിൽ LCR ഉണ്ടാവും, 3 എണ്ണം കൂടിയിട്ട്. ഇതിൽ ഉള്ളത് നോക്കിയേ, കപ്പാസിറ്ററും ഉണ്ട്, അതുപോലെ തന്നെ റെസിസ്റ്ററും ഉണ്ട്. ഓക്കെ, റെസിസ്റ്ററും കപ്പാസിറ്ററും ഉള്ളൂ, RC സർക്യൂട്ട് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അത് LCR സർക്യൂട്ടിൽ L ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത കേട്ടോ. അപ്പോൾ അതിൻ്റെ LCR സർക്യൂട്ടിലെ ഇക്വേഷൻസ് തന്നെയാണ് ഉപയോഗിക്കുക, പക്ഷേ എല്ലിൻ്റെ ഭാഗം ഒഴിവാക്കണം മാത്രം. അപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് RMS കറണ്ട് ഇൻ ദ സർക്യൂട്ട് എന്ന്, കാൽക്കുലേറ്റ് RMS വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ ആൻഡ് കപ്പാസിറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ RMS കറണ്ടിൻ്റെ ഇക്വേഷൻ, ഫസ്റ്റത്തെ സെക്ഷൻ്റെ ഇക്വേഷൻ നമുക്ക് വേണ്ടത് IRMS ഈക്വൽ ടു VRMS ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ സെഡ് എന്നാണ്. ഓക്കെ, ഇമ്പിഡൻസ് എന്നാണ് വേണ്ടത്. പക്ഷേ ഇവിടെ VRMS തന്നിട്ടുണ്ട്, പക്ഷേ ഈ സെഡ് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, സെഡ് കണ്ടുപിടിക്കണമെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഇതിൻ്റെയൊക്കെ റെസിസ്റ്റൻസ് വേണം അല്ലേ. ഇതിൻ്റെ റെസിസ്റ്റൻസ് R നമുക്കറിയാം, പക്ഷേ കപ്പാസിറ്ററിൻ്റെ റെസിസ്റ്റൻസിന് XC എന്നാണ് പറയുക. അപ്പോൾ XC വേറിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും, എന്നാലേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ജസ്റ്റ് വെയിറ്റ്. അത് അപ്പോൾ ഇക്വേഷൻ ഇതാണ് വരുന്നത് കേട്ടോ. പിന്നെ കാൽക്കുലേറ്റ് RMS വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ ആൻഡ് കപ്പാസിറ്റർ. റെസിസ്റ്ററിൻ്റെ പിന്നെ വോൾട്ടേജിന് നമ്മൾ VRMS ഈക്വൽ ടു IRMS ഇൻറ്റു R എന്ന് കൊടുത്താൽ മതിയാകും. ഓക്കെ, എന്നാൽ കപ്പാസിറ്ററിൻ്റെ ആകുമ്പോൾ VRMS ഈക്വൽ ടു IRMS ഇൻറ്റു XC എന്നാണ് കൊടുക്കുക കേട്ടോ. ഓക്കെ, ബിക്കോസ് കപ്പാസിറ്ററിൻ്റെ റെസിസ്റ്റൻസിന് XC എന്നാണ് പറയുക, അപ്പോൾ XC എന്നാണ്. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇനി ഇതിൽ XC കണ്ടുപിടിക്കണം, ഓക്കെ, സെഡ് കണ്ടുപിടിക്കണം, ഇതൊക്കെ ചെയ്യാനുണ്ട്, എന്നാലേ ഇപ്പോൾ ഇത് ചെയ്യാൻ കഴിയുള്ളൂ. നമുക്ക് ആ ഭാഗങ്ങളിലൂടെ നോക്കാം. ആദ്യം ബേസിക്കായിട്ട് XC കണ്ടുപിടിക്കുക, പിന്നെ സെഡ് കണ്ടുപിടിക്കുക. ഓക്കെ, അങ്ങനെ രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ വാല്യൂസ് IRMS കണ്ടുപിടിക്കാം. IRMS കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ VRMSകൾ ഓരോന്നും കണ്ടുപിടിക്കാവുന്നതാണ്. നമുക്ക് നോക്കാം. ആദ്യം പിന്നെ XC കണ്ടുപിടിക്കാം.
എക്സ് സി ഈക്വൽ ടു 1/c ഒമേഗ എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, ഒമേഗനെ മാറ്റാൻ ചില കേസിൽ ഒമേഗ ഡയറക്റ്റ് ആയിട്ട് തരാറുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ അത് തന്നില്ല, ഫ്രീക്വൻസിയാണ് 50 ഹേർട്സാണ്. അപ്പോൾ ഒമേഗനെ മാറ്റണം, ദറ്റ് ഈസ് ഈക്വൽ ടു 1/c × 2πν എന്നുള്ള രീതിയിൽ എടുക്കാവുന്നതാണ്. ഓക്കെ, കാൽക്കുലേഷൻ നടക്കുമ്പോൾ എക്സ് സി ഈക്വൽ ടു പിന്നെ കൺവേർട്ട് ചെയ്യാനുള്ളതൊക്കെ കൺവേർട്ട് ചെയ്യണേ. ഇനിയിപ്പോൾ എപ്പോഴും ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ കൺവേർട്ട് ചെയ്യാനുണ്ട് 50 μf ഉണ്ട്, 10⁻⁻⁶ എന്ന് കൊടുക്കണേ. ബാക്കിയുള്ളതൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 1/c വാല്യൂ കൊടുക്കുക. സിയുടെ വാല്യൂ പിന്നെ പറഞ്ഞ പോലെ 15 μf ആണ്. സോ 15 × 10⁻⁻⁶ എന്ന് കൊടുക്കണം. ഇൻറ്റു 2 × പൈയുടെ വാല്യൂ 3.14 കൊടുക്കണം. ഇൻറ്റു ഫ്രീക്വൻസി 50 ഹേർട്സ്. ഓക്കെ, ഇതടിച്ചു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഓക്കെ, കൈകൊണ്ട് ചെയ്യുകയാണെന്ന് വെച്ചാലും സോൾവ് ചെയ്യാവുന്നതാണ്, ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എക്സ് സിൻ്റെ വാല്യൂ കിട്ടും എന്നുള്ളതാണ്. എക്സ് സിൻ്റെ വാല്യൂ ഇതിൻ്റെ വാല്യൂസ് എഴുതി ഇട്ട് നോക്കിയിട്ട് ഇല്ല, ജസ്റ്റ് നിങ്ങൾ വാല്യൂ ഒന്ന് അടിച്ചാൽ കിട്ടും എന്നുള്ള കാൽക്കുലേറ്ററിൽ ജസ്റ്റ് ബ്രാക്കറ്റ് ഇട്ട് അടിച്ചാൽ തന്നെ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ എക്സ് സി കിട്ടി. എക്സ് സി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് സെഡ് ആണ് അല്ലേ. സെഡ് കിട്ടണം. സെഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കറണ്ട് കണ്ടുപിടിക്കുക. സെഡ് ഈക്വൽ ടു റൂട്ടോ നമ്മുടെ LCS സർക്യൂട്ട് സെഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് r² + xc - xl b ഹോൾ സ്ക്വയർ എന്നായിരുന്നു അല്ലേ. പക്ഷെ ഇവിടെ XL ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സെഡിൻ്റെ ഇക്വേഷൻ r² + xc ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിൽ കൊടുത്താൽ മതി കേട്ടോ. ഇതാണ് സെഡിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ആറിൻ്റെ വാല്യൂ നമുക്കറിയാം, പിന്നെ എക്സ് സി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുകയും ചെയ്തു. അതിൻ്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സെഡിൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതും ആണ് കേട്ടോ. അപ്പോൾ എക്സ് സിയും കിട്ടി, സെഡും കിട്ടി. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ IRMS = VRMS / Z എന്ന് പറഞ്ഞിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാം. IRMS കണ്ടുപിടിക്കാം, ഫസ്റ്റത്തെ ക്വസ്റ്റ്യനായി. പിന്നെ രണ്ടാമത്തെ RMS വാല്യൂ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ ആൻഡ് കപ്പാസിറ്റർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ VRMS = IRMS × R എന്ന് കൊടുക്കുക, റെസിസ്റ്ററിൻ്റെ. കപ്പാസിറ്ററിൻ്റെ VRMS = IRMS × XC എന്നും കൊടുക്കുക കേട്ടോ, XC എന്നും കൊടുക്കുക. അതിൻ്റെ വാല്യൂ ആയി. ഓക്കെ, സെറ്റ് ക്ലോസ്ഡ്. അപ്പോൾ നല്ല സ്റ്റാൻഡേർഡ് പ്രോബ്ലം ആണിത്. ഓക്കെ, ഇനി 24th ക്വസ്റ്റ്യൻ വീണ്ടും 4 മാർക്കിലുള്ള ക്വസ്റ്റ്യൻ. തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്, കാൽക്കുലേഷനൊക്കെ കഴിഞ്ഞു. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ആണിത്. ഒന്നാമത്തെ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ ട്രാൻസ്ഫോമർ. ഓക്കെ, ട്രാൻസ്ഫോമർ ആയിട്ടുള്ള ഒരു സെക്ഷൻ നമ്മുടെ AC എന്നുള്ള ചാപ്റ്ററിലുണ്ട് അല്ലേ, ലാസ്റ്റ് സെക്ഷനാണ് ട്രാൻസ്ഫോമർ. അപ്പോൾ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ട്രാൻസ്ഫോമർ ഒന്ന് വരയ്ക്കുക. ഓക്കെ, ട്രാൻസ്ഫോമർ നിങ്ങൾക്ക് ഏത് മോഡലിലും വേണമെച്ചാൽ വരയ്ക്കുക. പല രീതിയിൽ നമ്മൾ ഷേപ്പിലൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ പ്രൈമറി കോയിൽ, സെക്കൻഡറി കോയിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രൈമറി, സെക്കൻഡറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരയ്ക്കുക. ശേഷം വേരിയിങ് കറണ്ട് പാസിങ് ത്രൂ ദ പ്രൈമറി കോയിൽ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഡെവലപ്ഡ് ഇൻ ദ സെക്കൻഡറി കോയിൽ എന്നുള്ള രീതിയിൽ സെൻറ്റൻസുകൾ വരുത്തിയിട്ട് വർക്കിംഗ് എഴുതുക. അതിന് മുമ്പേ വേണമെങ്കിൽ പ്രിൻസിപ്പിൾ എഴുതാം. പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിളാണ്. പിന്നെ ട്രാൻസ്ഫോമർ എന്താണെന്ന് വേണിച്ച സെൻറ്റൻസ് എഴുതാം. ദ ഡിവൈസ് ടു വേരി ദ വോൾട്ടേജസ് എന്നൊക്കെയാണ് പറയുക. ഓക്കെ, കാരണം അതൊരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കുറച്ച് സെൻറ്റൻസൊക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി വർക്കിങ്ങും മ്യൂച്വൽ ഇൻഡക്ഷൻ ഒന്നും കൂടി വലുതാക്കിയിട്ട് എഴുതുക. കൺസിഡർ വേരിയിങ് കറണ്ട് പാസിംഗ് ത്രൂ ദ പ്രൈമറി കോയിൽ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഫ്ലക്സ് ഇൻ ദ സെക്കൻഡറി കോയിൽ ചേഞ്ചസ് സോ ദാറ്റ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഡെവലപ്ഡ് ഇൻ ദ സെക്കൻഡറി കോയിൽ. ഓക്കെ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയാം. ദാറ്റ് ഈസ് വെൻ വേരിയിങ് കറണ്ട് പാസിംഗ് ത്രൂ ദ പ്രൈമറി കോയിൽ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഡെവലപ്ഡ് ഇൻ ദ സെക്കൻഡറി കോയിൽ. ദിസ് പ്രിൻസിപ്പിൾ ഈസ് കോൾഡ്, അല്ലെങ്കിൽ ദിസ് ഫിനോമിനൺ ഈസ് കോൾഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സെൻറ്റൻസ് ഒക്കെ കൊടുക്കാം. ശേഷം ഗീവ് 2 ലോസ് ഓഫ് എനർജി ഇൻ ട്രാൻസ്ഫോമർ എന്നിട്ടുള്ള ഭാഗമാണ്. അത് കഴിഞ്ഞതിന് ശേഷം വർക്കിങ്ങിൽ തന്നെ ഇക്വേഷൻ കൊടുക്കാം കേട്ടോ. VS/VP = NS/NP എന്ന് പറഞ്ഞിട്ടുള്ളതും IP/IS എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ഡെറിവേഷൻ ചെറുതായിട്ടുണ്ട് അല്ലേ. അത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാകും, ക്ലാസ് ഡയറക്റ്റ് ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അത് ജസ്റ്റ് കൊടുക്കുക ഡെറിവേഷൻ. ശേഷം ഈ പറഞ്ഞ പോലെ 2 ലോസ് ഓഫ് എനർജി ഇൻ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിട്ടുള്ള ലോസ് ഓഫ് എനർജി ഇൻ ട്രാൻസ്ഫോമർ പറഞ്ഞിട്ടുള്ള സെക്ഷനിലത്തെ ഏതെങ്കിലും 2 എണ്ണം. ഓക്കെ, 4 ലോസ് ഓഫ് എനർജി ഉണ്ട്. ഒന്ന് ഫ്ലക്സ് ലീക്കേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലോസ് ഓഫ് എനർജി ഉണ്ട്. മറ്റൊന്ന് റെസിസ്റ്റൻസ് ഓഫ് ദ കോയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോസ് ഓഫ് എനർജി ഉണ്ട്. പിന്നെ എഡി കറണ്ട് ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോസ് ഓഫ് എനർജി ഉണ്ട്. മറ്റൊന്ന്
ഹിസ്റ്റീരിസിസ് ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള ലോസ് ഓഫ് എനർജി ഉണ്ട്. അപ്പോൾ ഈ ലാസ്റ്റ് രണ്ടെണ്ണം എഡി കറണ്ടും ഹിസ്റ്റീരിസിസ് ലോസും നമുക്ക് ഇപ്പോൾ പഠിക്കാനില്ലാത്ത ടോപ്പിക്കുകളായിട്ടുള്ള സെക്ഷനിലാണ്. അതുകൊണ്ട് അത് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. പിന്നെ ഫ്ലക്സ് ലീക്കേജും ഈ പറഞ്ഞ പോലെ തന്നെ റെസിസ്റ്റൻസ് ഓഫ് ദ കോയിലും വളരെ സിമ്പിളാണ്, അത് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നത് ആണ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും എഴുതുക. പിന്നെ ഹൗ ക്യാൻ യു മിനിമൈസ് ഇറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. മിനിമൈസ് ചെയ്യണമെന്ന് വെച്ചാൽ ലോസ് ഓഫ് എനർജി മിനിമൈസ് ചെയ്യണമെന്ന് വെച്ചാൽ എന്താ ടെക്നിക്ക് എന്നുള്ളത് ഒറ്റ വാക്കിൽ എഴുതണം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ എഴുതിയിട്ട് ഈ ക്വസ്റ്റ്യൻ കവർ ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളാണ്, 4 മാർക്കാണ്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് എഴുതേണ്ടത് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ശരി. ഒക്കെ നിങ്ങൾക്ക് ഏകദേശം അറിയാം അപ്പോൾ എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് എന്നുള്ളത്. 25th ക്വസ്റ്റ്യൻ. 25th ക്വസ്റ്റ്യനും 4th മാർക്ക് തന്നെയാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ABC എന്ന് പറഞ്ഞിട്ടുള്ള വ്യത്യസ്ത സെക്ഷൻ ഉണ്ട് എന്നേ ഉള്ളൂ. ഒന്നാമത്തെ സ്റ്റേറ്റ് ലോ ഓഫ് റിഫ്ലക്ഷൻ. അത് റിഫ്ലക്ഷൻ എന്നാണ് വന്നിട്ടുള്ളത്. അത് ഓൾറെഡി ഒരു ക്വസ്റ്റ്യനായിട്ട് കവർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണക്ട് ചെയ്തതായതുകൊണ്ടായി ആണ് ഇതിങ്ങനെ വന്നിട്ടുള്ളത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫോക്കൽ ലെങ്ത് ആൻഡ് റേഡിയസ് കർവേച്ചർ ഓഫ് മിറർ എന്നാണ് അല്ലേ. മിററാണ്. അപ്പോൾ മിററിൻ്റെ F=R/2 ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ് ആ പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ R=2F ഡിറൈവ് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വരുന്നത് മിററുമായിട്ട് ബന്ധപ്പെട്ടാണ്. മിററുമായിട്ട് ബന്ധപ്പെട്ടാണ് തന്നെയാണല്ലോ റിഫ്ലക്ഷൻ വരുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ അതിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ശരി. അത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. എ ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞാണ്. ബി സെക്ഷൻ ഈ പറഞ്ഞ പോലെ F=R/2 സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡെറിവേഷനാണ്, സിമ്പിൾ ഡെറിവേഷനാണ്, ഈസി ആയിട്ട് ഡെറൈവ് ചെയ്യാവുന്നതാണ്. ക്ലാസ് റൂമിൽ നിങ്ങൾ ചെയ്തതായിരിക്കും. ഓക്കെ, അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. പിന്നെ വാട്ട് കൈൻഡ് ഓഫ് സ്ഫെരിക്കൽ മിറർ മസ്റ്റ് ബി യൂസ്ഡ് ആൻഡ് വാട്ട് must be its radius of curvature in order to get erect image 1/5 as large as an object placed 15 centimeter in front of it. ഈ ക്വസ്റ്റ്യൻ ഒന്ന് കറക്കുന്ന ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നും. ഓക്കെ, കാരണം എന്താ വെച്ചാൽ ഒബ്ജക്റ്റ് പ്ലേസ്ഡ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. മിറർ ഏതോ ഒരു മിററാണ് കേട്ടോ, സ്ഫെരിക്കൽ മിററാണ്. ഓക്കെ, കോൺവെക്സോ കോൺകേവോ ആണ്. ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ വാട്ട് കൈൻഡ് ഓഫ് സ്ഫെരിക്കൽ മിറർ മസ്റ്റ് ബി യൂസ്ഡ് ആൻഡ് വാട്ട് മസ്റ്റ് ബി ദ റേഡിയസ് ഓഫ് കർവേച്ചർ. റേഡിയസ് ഓഫ് കർവേച്ചർ എത്രയാണെന്നാണ് ചോദ്യം, R എത്രയെന്നാണ് ചോദ്യം. ഓക്കെ, അതിൻ്റെ കൂടെ തന്നിട്ടുള്ളത് ഇൻ ഓർഡർ ടു ഗെറ്റ് ദ ഇറക്റ്റ് ഇമേജ് ആണ്. ഓക്കെ, നേരെയാണ് അല്ലേ. ഇറക്റ്റ് ഇമേജ് ആണ് 1/5 ആസ് ലാർജ് ആസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഈ സാധനം ഉണ്ടല്ലോ, ഈ 1/5 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ, ഇതിനെ മാഗ്നിഫിക്കേഷൻ എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ മാഗ്നിഫിക്കേഷനാണ് സൈസ് ഓഫ് ദ ഇമേജ് പറയുന്ന ടേമാണ് മാഗ്നിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ സ്മാളത്ര എമ്മിൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എം തന്നിട്ടുണ്ട്. ഇനി R കണ്ടുപിടിക്കണം. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എമ്മും യു ഉണ്ടെങ്കിൽ V കണ്ടുപിടിക്കാം നമുക്ക്. ഓക്കെ, ഇത് പല രീതിയിൽ ചെയ്യാം കേട്ടോ. ഞാനൊന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ളൊരു വഴിയാണ്. എമ്മും യു ഉണ്ടെങ്കിൽ V കണ്ടുപിടിക്കാം നമുക്ക്. V കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ F കണ്ടുപിടിക്കാം. ഓക്കെ, മിറർ ഫോർമുല ഉപയോഗിച്ചിട്ട് F കണ്ടുപിടിക്കാം. F കിട്ടിക്കഴിഞ്ഞാൽ റേഡിയസ് ഒക്കെ വെച്ച് കണ്ടുപിടിക്കാം. സിമ്പിളാണ്. അപ്പം ഞാൻ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് മെൻഷൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. യുവിൻ്റെ വാല്യൂ തന്നിട്ടുള്ള സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതുന്നേ. തന്നിട്ടുള്ളത് ഗിവൺ M = 1/5. ഓക്കെ, എഴുതിയിരിക്കുന്നു. പിന്നെ U = 15 സെൻറ്റിമീറ്റർ ആണ് പറഞ്ഞത്. ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ആയിക്കോട്ടെ അതിൻ്റെ മുന്നിലാണ് വെച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. കാരണം ഒബ്ജക്റ്റ് എപ്പോഴും റൂൾസ് അനുസരിച്ച് ലെഫ്റ്റ് സൈഡിലുണ്ടാവുക. അതുകൊണ്ട് ഈ ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ് എന്ന് പറയുമ്പോൾ U = -15 സെൻറ്റിമീറ്റർ ആണ് എടുക്കേണ്ടത് കേട്ടോ. -15 സെൻറ്റിമീറ്റർ. ഇനി ഇതിൽ നിന്ന് V കണ്ടുപിടിക്കാം. ബിക്കോസ് M = നമ്മൾ മിറേഴ്സിൻ്റെ ഇക്വേഷൻ -V/U എന്നുള്ളതാണ് അല്ലേ. മിററിൻ്റെ ഇക്വേഷൻ ശ്രദ്ധിക്കണേ, മിററിൻ്റെ ഇക്വേഷനിൽ -V/U. അതിൽ നിന്ന് V = നമുക്ക് ചെയ്യുകയാണെങ്കിൽ -MU എന്ന് പറയാം അല്ലേ. യുവിനെ ആദ്യം ഇങ്ങോട്ട് എടുക്കുക, മൈനസ് കൊടുക്കുക. അപ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് എമ്മിൻ്റെ വാല്യൂ ഈ പറഞ്ഞ പോലെ 1/5 ഇൻറ്റു യുവിൻ്റെ വാല്യൂ -15 അല്ലേ. ഓക്കെ, അപ്പോൾ മൈനസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആയി മാറി അല്ലേ. 5ഉം 15ഉം വിട്ടുമ്പോൾ 3ഉം ആയി മാറി. ഓക്കെ, അപ്പോൾ മൈനസും പോയി. അപ്പോൾ +3 എന്നുള്ളതാണ് ആൻസർ വരിക. അപ്പോൾ വിയുടെ വാല്യൂ 3 സെൻറ്റിമീറ്റർ എന്നാണ്.
അപ്പോൾ നോക്കടാ, സാധാരണഗതിയിൽ വി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മൈനസിലാണ് വരില്ലേ. ഈ വി ഇവിടെ പോസിറ്റീവായിട്ടാണ് വന്നത്. പോസിറ്റീവായിട്ട് വരിക എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിലാണ്, മിററിൻ്റെ റൈറ്റ് സൈഡിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഫോക്കൽ ലെങ്ത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിത് ഏത് മിററാണെന്ന് കണ്ടുപിടിക്കാവുന്നത് ആണ് കേട്ടോ. V3 ആണ് കിട്ടിയിട്ടുള്ളത്. വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് എന്നാണ് അതിനെ പറയുക. റൈറ്റ് സൈഡിൽ കാണുമ്പോൾ തന്നെ, കാരണം നെഗറ്റീവ് അല്ല, പ്ലസ്സിലാണ്, റൈറ്റ് സൈഡിലാണ്. പിന്നെ ഇനി നമുക്ക് നോക്കാം, പിന്നെ എമ്മിൻ്റെ വാല്യൂ പോസിറ്റീവായിട്ടുമാണ് തന്നിട്ടുള്ളത്. 1/m ആണ്, 1/5 ആണ്. അപ്പോൾ എം പോസിറ്റീവ് ആകുമ്പോൾ പിന്നെ വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആയിരിക്കുന്നു നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ കറക്റ്റായി. ഇനിയിപ്പോൾ വേണ്ടത് ഫോക്കൽ ലെങ്ത്ത് കണ്ടുപിടിച്ചിട്ട് ഇത് ഏതാ മിറർ നോക്കെന്ന് പറയണം. എന്നിട്ട് റേഡിയസ് ഒക്കെ വെച്ചിട്ടും കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം. ഫോക്കൽ ലെങ്ത്ത് കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ നമുക്കറിയാം, പിന്നെ 1/f = 1/v + 1/u എന്നുള്ള ഇക്വേഷൻ അല്ലേ. ഓക്കെ, അപ്പോൾ വിൻ്റെ വാല്യൂ ഇപ്പോൾ പറഞ്ഞു +3 എന്നാണ് പറഞ്ഞു, പ്ലസ് യുവിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരുന്നു അല്ലേ, -15 ആയിരുന്നു. ഓക്കെ, -15 ആയിരുന്നു. അപ്പോൾ 1/-15 അല്ലേ. ഓക്കെ, അപ്പോൾ 1/3 - 1/15 എന്നുള്ളതായി. ക്രോസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ 15. ഇത് എങ്ങനെ വേണമെച്ചാൽ നിങ്ങൾക്ക് ചെയ്യട്ടോ, ഡയറക്റ്റായിട്ട് വേഗം കാൽക്കുലേറ്ററിൽ അടിച്ചാൽ ആൻസർ F = കണ്ടുപിടിക്കാവേ. ഞാൻ ജസ്റ്റ് ഇതൊന്നും സോൾവ് ചെയ്യാൻ മാത്രം. ക്രോസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ 15 - 3 / 3 × 15 എന്ന് പറഞ്ഞാൽ 45 അല്ലേ. ഓക്കെ, ചെയ്യുകയാണെന്ന് വെച്ചാൽ 15 3 പോയി കഴിഞ്ഞാൽ 12 / 45. ഓക്കെ, 12/45 അത് 1/f ആണ്. ദെർഫോർ F = നോക്കുമ്പോൾ 45 / 12 അല്ലേ. ഓക്കെ, ഏകദേശം വാല്യൂ വരുന്നത് 25th ക്വസ്റ്റ്യൻ അല്ലേ. ഇത്രയും ഇങ്ങനെ എഴുതിയാലും മതി കേട്ടോ. ഓക്കെ, F ഇപ്പം തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ട്. 45/12 ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് കിട്ടുക 3.75 എന്നുള്ളതാണ് കറക്റ്റ് വാല്യൂ. അപ്പോൾ 3.75 എന്നാണ് വരുന്നത്. ഇനി ചെറിയൊരു ഫ്രാക്ഷനൊക്കെ വാല്യൂസ് ഒക്കെ ഉണ്ടാവും കേട്ടോ, അതൊക്കെ നെഗ്ലിജിബിൾ. ഫിസിക്സിൽ അങ്ങനെ പാക്കിയിട്ടൊന്നും വാല്യൂ വേണമെന്നില്ല, ചെറിയ വേരിയേഷനൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ F = 3.75 സെൻറ്റിമീറ്റർ എന്നുള്ള രീതിയിൽ ആണ്. നോക്കടാ, ഫോക്കൽ ലെങ്ത്ത് പോസിറ്റീവായിട്ടാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. ഫോക്കൽ ലെങ്ത്ത് പോസിറ്റീവായിട്ടുള്ള മിററിനെ നമ്മൾ പറയുക കോൺവെക്സ് മിറർ എന്നാണ് പറയുക. കോൺകേവ് മിററിന് ഫോക്കൽ ലെങ്ത്ത് നെഗറ്റീവ്, കോൺവെക്സ് മിററിന് ഫോക്കൽ ലെങ്ത്ത് പോസിറ്റീവ്. ബിക്കോസ് അതിൻ്റെ ഇങ്ങനെയാണ് വരിക അല്ലേ. ഓക്കെ, മിറർ ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ ലൈറ്റ് ഇങ്ങനെ പോയിട്ട് പതിക്കുമ്പോൾ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. അത് പർട്ടിക്കുലർ പോയിൻ്റ് ഫോക്കസ്. ഓക്കെ, അപ്പോൾ ഫോക്കൽ ലെങ്ത്ത് ഇവിടെയാണ് വരിക. ഓക്കെ, റൈറ്റ് സൈഡിൽ. അപ്പോൾ F = സ്മാൾ എത്ര, F = പോസിറ്റീവ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഒരു റേ വെറുതെ വരച്ചതാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ തട്ടിയിട്ട് തെറിച്ച് പോകും കേട്ടോ, ഇങ്ങനെ തെറിച്ച് പോവുകയെ. ഓക്കെ, അത് വേറെ കാര്യം, ജസ്റ്റ് ഒന്ന് വെറുതെ ഇമാജിൻ ചെയ്ത് വരച്ചു തന്നു. അപ്പോൾ ഇത് കോൺവെക്സ് മിറർ എന്നാണ് പറയുക കേട്ടോ. കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷനിലുള്ള ഭാഗങ്ങളൊന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞത്, പിന്നെ ഒന്ന് പറഞ്ഞിരിക്കുന്നത് സ്ഫെരിക്കൽ മിറർ ഏതാണെന്ന് പറയണമെന്ന് പറഞ്ഞു. അത് കോൺവെക്സ് മിററാണ് കണ്ടുപിടിച്ചു. വാട്ട് മസ്റ്റ് ബി ഇറ്റ്സ് റേഡിയസ് ഓഫ് കർവേച്ചർ. റേഡിയസ് ഓഫ് കർവേച്ചർ കണ്ടുപിടിക്കണം അല്ലേ. അത് റേഡിയസ് ഒക്കെ ഫോക്കൽ ലെങ്ത്ത് കിട്ടിക്കഴിഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ കണ്ടുപിടിക്കാം. റേഡിയസ് ഓഫ് കർവേച്ചർ R = 2F എന്നാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് = 2 × 3.75 ദാറ്റ് ഈസ് = 7. ഏകദേശം വാല്യൂ 5 എന്നുള്ള രീതിയിലേക്ക് വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ റേഡിയസ് ഒക്കെ വെച്ചൊരു പോസിറ്റീവാണ്, ബിക്കോസ് റൈറ്റ് സൈഡിലേക്കാണ് ഇത് വരിക. റേഡിയസ് അങ്ങോട്ടാണ് വളയുക. ഓക്കെ, R അങ്ങോട്ടാണ് വരിക. R ഇങ്ങനെ വരച്ചിട്ട് ഇതിൻ്റെ റേഡിയസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, അതോടുകൂടി ഈ പറഞ്ഞ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു പോയി. ഓക്കെ, ഇനി ലാസ്റ്റ് സെക്ഷനാണ് essay ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എസ്സേയിലും അതുപോലെ തന്നെ നല്ല സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ള ചെറിയ ചെറിയ വാക്കുകളാണ് ചില ഒരുപാട് ഡിറൈവ് ചെയ്യാനൊക്കെ ഉണ്ട്. ഓക്കെ, നോക്കാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ മാക്സിമം കറണ്ട് ഇൻ ദ LCA സർക്യൂട്ട് അല്ലേ. അത് ഒറ്റ ചെറിയ വാക്കാണ് ചില ഒരുപാട് ഡിറൈവ് ചെയ്യാനുണ്ട് എന്നറിയാം. ഓക്കെ, മാക്സിമം കറണ്ടിൻ്റെ ഇക്വേഷൻ IM എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷനാണ് അല്ലേ. VM / √R² +
എക്സ് സി മൈനസ് എക്സ് എൽ ബി ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടൊക്കെ വലിയ ഇക്വേഷനൊക്കെ കിട്ടുന്ന പിന്നെ പരിപാടിയാണിത് കേട്ടോ. ഓക്കെ, ലാസ്റ്റ് ഐ എം ഈക്വൽ ടു വി എം ബൈ സെഡ് എന്നൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ബിക്കോസ് ഇത് സെഡ് ആണെന്ന് നമുക്കറിയാം. ആ രീതിയിൽ നമുക്കിത് എഴുതാവുന്നത് ആണ്. ഓക്കെ, ഇതാണ് വെച്ചാൽ ഇതാണ് മാക്സിമം കറണ്ട് ഇൻഡിക്കേഷൻ. ഇത് ഡിറൈവ് ചെയ്യണം കേട്ടോ മക്കളെ. ഞാൻ അടുത്തത് ഈ 27th ക്വസ്റ്റ്യൻ അല്ലേ, ഡിറൈവ് മിറർ ഫോർമുല എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷനാണ് ചെയ്യാനുള്ളത് അല്ലേ. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, കുറേ ചെയ്യാനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് മിററൊക്കെ വരച്ചിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. മിറർ ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. 1/v പ്ലസ് 1/u ഈക്വൽ ടു 1/f എന്നാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. ഓക്കെ, ഇതാണ് മിറർ ഇക്വേഷൻ ഓർ മിറർ ഫോർമുല എന്നൊക്കെ പറയുന്നത്. അപ്പം കോൺകേവ് മിറർ വെച്ചിട്ട് നമുക്കത് ഈസി ആയിട്ട് ഡിറൈവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ട്രയാങ്കിൾസ് ഒക്കെ എടുത്തിട്ട് അതിൻ്റെ ബേസ് ചെയ്തിട്ടൊക്കെ നമ്മൾ എന്താ പറയുക സിമിലർ ട്രയാങ്കിൾസ് ഒക്കെ ആക്കിയിട്ട് കമ്പയർ ചെയ്യുക, എന്നിട്ട് അങ്ങനെ ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുക്കാവുന്നത്. എസ് എ ക്വസ്റ്റ്യൻ ആണ്, ക്ലാസ് റൂമിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കിട്ടിയതായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ അതാണ് അത്. പിന്നീട് ഞാൻ അടുത്ത് പറയുന്നത് ഇതൊന്നും ഇൻഡയറക്റ്റ് അല്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ പ്രിസം എന്നുള്ളതാണ്. ഓക്കെ, പ്രിസത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രിസം എഴുതുമ്പോൾ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വല്ലാതെ വാരി വലിച്ച് എഴുതരുത് എന്നുള്ളതാണ്. ഓക്കെ, സ്റ്റാർട്ടിങ് കുറച്ചൊക്കെ കൊടുക്കുക, പിന്നെ വല്ലാണ്ട് വാരി വലിച്ച് എഴുതുമ്പോഴേക്കും ഒരുപാട് ലെങ്ത് ആവും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടൊന്ന് കൺട്രോൾ ചെയ്തിട്ട്, എന്നാൽ അത്യാവശ്യത്തിന് എല്ലാ സെക്ഷനും ഉണ്ടാവും വേണം അങ്ങനെ കേട്ടോ. പ്രിസം വരയ്ക്കണം, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രിസം വരയ്ക്കണം. എന്നിട്ട് ബേസൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് ABC എന്നൊക്കെ പേരൊക്കെ ഒന്ന് കൊടുക്കുക. ഓക്കെ, ബേസ് എന്നൊക്കെ ഒന്ന് പേരൊക്കെ കൊടുക്കുമ്പോൾ തന്നെ അവിടെ ആ ഒരു സെക്ഷൻ. പിന്നെ എങ്ങനെ മിക്കതും ഡിറൈവ് ചെയ്യുമ്പോൾ, പ്രിസം ഡിറൈവ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മിനിമം ആംഗിളിലുള്ള ചിത്രം തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. അതായത് ബേസിന് പാരലായിട്ടുള്ള ഈ ചിത്രം ഉണ്ടല്ലോ, എന്നിട്ട് ഇങ്ങനെ റിഫ്രാക്റ്റ് ചെയ്ത് പോകുന്ന ആ ചിത്രം തന്നെ ബേസിന് പാരലായിട്ടുള്ള ഈ ഫിഗറിനെ വരയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെയൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ആംഗിൾ ഓഫ് ഡീവിയേഷൻ D എന്നോ ഡെൽറ്റ എന്നൊക്കെ കൊടുക്കുക. നോർമൽ ഇവിടെയും ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുക കേട്ടോ. ഓക്കെ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പിക്ചർ വരച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ, ലോക്കലായിട്ട് വെറുതെ വരച്ചിട്ട്. കാരണം ഈ ഫിഗറിൽ നിന്നാണ് എല്ലാം ഡിറൈവ് ചെയ്യുന്നത്, അതുകൊണ്ട് കൂടുതൽ പറയാനില്ല. ഡയറക്റ്റ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ പ്രിസം ഡിറൈവ് ചെയ്യാനുള്ള ഇക്വേഷൻ N ഈക്വൽ ടു, ഇക്വേഷൻ എന്താണെന്ന് ഓർക്കുണ്ടാവും വിചാരിക്കുന്നത്, N ഈക്വൽ ടു sin A+D/2 ഡിവൈഡഡ് ബൈ sin A/2 എന്നാണ് ഇക്വേഷൻ വേണ്ടത് കേട്ടോ. ഇതാണ് ഇക്വേഷൻ. ഇത് ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ്. D മിനിമം ഡീവിയേഷൻ എന്ന് പറയും, A ആംഗിൾ ഓഫ് പ്രിസം എന്നൊക്കെ പറയും, കോൺസ്റ്റൻ്റ് ആണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അതാണ് ചെയ്യേണ്ടത് കേട്ടോ. അതും എസ് എ ക്വസ്റ്റ്യൻ, സ്റ്റാൻഡേർഡ് എസ് എ ആണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 29ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ ഡുവൽ നാച്ചർ ഓഫ് റേഡിയേഷൻ പറഞ്ഞിട്ടുള്ള ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനാണ്, പ്രോബ്ലമാണ് ഇത്. എങ്ങനെയാണ് നമുക്ക് നോക്കാം. ദ വർക്ക് ഫംഗ്ഷൻ ഓഫ് CCM മെറ്റൽ ഈസ് 2.14 ഇലക്ട്രോൺ വോൾട്ട് അല്ലേ. ഇലക്ട്രോൺ വോൾട്ടിലാണ് ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ എനർജി ജൂളിൽ തരില്ല, ഇലക്ട്രോൺ വോൾട്ടിലായിരിക്കും ചെറിയ വാല്യൂ തരിക കേട്ടോ. അപ്പോൾ നമ്മൾ ഇലക്ട്രോൺ വോൾട്ട് ജൂളിലേക്ക് മാറ്റേണ്ടി വരും ചില കേസിൽ. അപ്പോൾ ഇലക്ട്രോൺ വോൾട്ടും ജൂളും നമ്മൾ ബന്ധമൊക്കെ അറിയണം. 1 ഇലക്ട്രോൺ വോൾട്ട് ഈക്വൽ ടു 1.6 × 10⁻⁻19 ജൂൾ എന്നാണ് പറയുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത് അറിയാതെ ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ എല്ലാം തെറ്റിപ്പോകും കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ when light of frequency 6 × 10⁻14 Hz is incident on the metal surface, the photo emission of the electrons occurs. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കുന്ന ഫാൾ ചെയ്യുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെന്ന് വെച്ചാൽ താഴെ പറയുന്ന ക്വസ്റ്റ്യൻ കോൺസെപ്റ്റ് നോക്കിയേ. മെറ്റൽ സർഫസ് എടുക്കുന്നു, മെറ്റൽ സർഫസ്മേ ലൈറ്റ് വന്നിട്ട് ഫാൾ ചെയ്യുന്നു, ഇലക്ട്രോൺസ് എജക്റ്റ് ചെയ്യുന്നു, ഇത്രയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഫാൾ ചെയ്യുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു തന്നിട്ടുണ്ട് 6 × 10⁻14 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ വെച്ചാൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺസ്? ഓക്കെ, എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, മാക്സിമം സ്പീഡ് ഓഫ് ദ എമിറ്റഡ് ഫോട്ടോ ഇലക്ട്രോൺസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഫാൾ ചെയ്യുന്ന ഫ്രീക്വൻസി എനർജിയും വർക്ക് ഫംഗ്ഷനും കൈനറ്റിക് എനർജിയും, അതായത് ഇതിൻ്റെയാണ് വർക്ക് ഫംഗ്ഷൻ അല്ലേ, 50 എന്ന് കൊടുക്കണം വിചാരിച്ചു.
കൈനറ്റിക് എനർജി ഓഫ് എജക്റ്റഡ് ഇലക്ട്രോൺസ് കെ എന്ന് കൊടുക്കണം വിചാരിച്ചോ. ഈ ഫോൾ ചെയ്യുന്ന എനർജി എച്ച് ന്യൂ എന്നും പറയും അല്ലേ. അപ്പോൾ ഈ എച്ച് ന്യൂവും 50യും കെയും തമ്മിൽ കണക്ഷൻ ഉണ്ട്. നമ്മുടെ ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻസിൻ്റെ തുടക്കം ഇങ്ങനെയാണ്. എച്ച് ന്യൂ ഈക്വൽ ടു ഫോളോ ചെയ്യുന്ന ലൈറ്റിൻ്റെ എനർജി ഈക്വൽ ടു 50 വർക്ക് ഫങ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺസ് എന്നാണ്. കൈനറ്റിക് എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കൈനറ്റിക് എനർജി കെ ഇ ഈക്വൽ ടു നമുക്ക് എ ക്വസ്റ്റ്യൻ കേട്ടോ. കൈനറ്റിക് എനർജി കെ ഇ ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് 50 ചെയ്താൽ മതി എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. എച്ച് ന്യൂ എന്ന് പറഞ്ഞാൽ എച്ച് എല്ലാവർക്കും അറിയുണ്ടാവും, പ്ലാങ്ക് കോൺസ്റ്റൻറ്റ് എന്നാണ് വാല്യൂ അല്ലേ. എച്ചിൻ്റെ വാല്യൂ ഒക്കെ എല്ലാവർക്കും അറിയുണ്ടാവും. എച്ചിൻ്റെ വാല്യൂ എത്രയാ? എച്ച് ഈക്വൽ ടു 6.626 ഇൻറ്റു 10⁻⁻34 എന്നുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഫോൾട്ട് വരാൻ ചാൻസ് എന്ന് പറയുന്നത് ഈ കാൽക്കുലേറ്ററൊക്കെ അടിക്കുമ്പോൾ വലിയ വാല്യൂ ആയിരിക്കും. അപ്പോൾ അതൊരു ചെറിയ ബുദ്ധിമുട്ട് ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ട് ചെയ്യണം കേട്ടോ. കൈകൊണ്ട് ചെയ്യണമെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പവേഴ്സ് ആദ്യം ചെയ്യുക, പിന്നെ അതിനനുസരിച്ച് ചെയ്യുക. പിന്നെ എച്ചിൻ്റെ വാല്യൂ ഇത്ര. ഫ്രീക്വൻസി ന്യൂ തന്നിട്ടുണ്ട്. ന്യൂ ഈക്വൽ ടു പറഞ്ഞ പോലെ തന്നെ 6 ഇൻറ്റു 10⁻14 എന്നുള്ളതുമാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ആദ്യം വാല്യൂ ഇവിടെ കൊടുക്കുക. പിന്നെ -50 ആണ് നേരത്തെ ഞാൻ പറഞ്ഞ എനർജിയിലേക്ക് മാറ്റണം കേട്ടോ, അല്ല ജൂളിലേക്ക് മാറ്റണം കേട്ടോ. അപ്പോൾ 50ൻ്റെ വാല്യൂ തന്നിട്ടുള്ളത് പിന്നെ 2.14 ഇലക്ട്രോൺ വോൾട്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ അത് ജൂളിലേക്ക് മാറ്റുമ്പോൾ 2.14 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻19 എന്നുള്ളത് കൊടുക്കണം കേട്ടോ. അങ്ങനെ അത് ജൂളിലേക്ക് മാറിയിട്ടുണ്ടാവും. ഈ വാല്യൂ വേണം ഇവിടെ നമ്മൾ 50 അല്ലെങ്കിൽ 5യുടെ വാല്യൂ വർക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ ഉപയോഗിക്കാൻ. അപ്പോൾ ഈ വാല്യൂ 50ക്ക് കൊടുക്കുക, എച്ച് ന്യൂ 0 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട പ്രോബ്ലമാണ്. കുറച്ച് വാല്യൂസ് പവറൊക്കെ നല്ല വലുതാണ് കേട്ടോ. അങ്ങനെ ചെയ്യാം. അപ്പോൾ അതെൻ്റെ ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിറൈവ് ചെയ്യുന്നുള്ള. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും കൈനറ്റിക് എനർജിയും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. എന്താ കണക്ഷൻ എന്നോ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള കണക്ഷൻ ഇതാണ്. കൈനറ്റിക് എനർജി ഈക്വൽ ടു EV0 എന്നാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിനെ കൊടുക്കാറുള്ളത് കേട്ടോ. EV0 എന്നാണ് ഇക്വേഷൻ. കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിരുന്നു. കൈനറ്റിക് എനർജി ഈക്വൽ ടു EV0 കേട്ടോ. ഇത് വരുന്നത് നമ്മുടെ W ഈക്വൽ ടു Q ഇൻറ്റു V എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് കേട്ടോ. ഡബ്ല്യുവിന് Q കൈനറ്റിക് എനർജി എന്ന് കൊടുക്കുക, Qന് E എന്ന് കൊടുക്കുക, പൊട്ടൻഷ്യൽ V0. അങ്ങനെയാണ് ഇത് തമ്മിലുള്ള കണക്ഷൻ. അപ്പോൾ അതിൽ നിന്ന് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ V0 ഈക്വൽ ടു കൈനറ്റിക് എനർജി ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ. ഓക്കെ, ഡിവൈഡഡ് ബൈ E ചെയ്താൽ മതിയാകും എന്നുള്ളതാണ്. ഈയുടെ വാല്യൂ ഒക്കെ എല്ലാവർക്കും അറിയുണ്ടാവും. 1.6 ഇൻറ്റു 10⁻⁻19. അത് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വോൾട്ടിൽ കിട്ടുന്നത് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതുമായി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലായി. ഇനി മാക്സിമം സ്പീഡ് ഓഫ് ദ എമിറ്റഡ് ഇലക്ട്രോൺസ് കാൽക്കുലേറ്റ് ചെയ്യണം. സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യണം. എടാ കൈനറ്റിക് എനർജി കിട്ടിക്കഴിഞ്ഞാൽ സ്പീഡ് കണ്ടൂടെ? കൈനറ്റിക് എനർജിയുടെ വാല്യൂ നമുക്ക് ഫസ്റ്റ് ഭാഗത്ത് നമ്മൾ ചെയ്തു. അങ്ങനെയാണെന്ന് വെച്ചാൽ കൈനറ്റിക് എനർജിയിൽ നിന്ന് 12 mv² വാല്യൂ ആണ് കിട്ടിയിട്ടുള്ളത്, കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അതിൽ നിന്ന് സ്പീഡ് V കണ്ടുപിടിക്കാവുന്നതാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മാസ് ഓഫ് ദ ഇലക്ട്രോണിൻ്റെ വാല്യൂ നിങ്ങൾ കാണാപ്പാടം പഠിക്കണം എന്നുള്ളതാണ്. എന്നാലേ ഈ പ്രോബ്ലം ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. ലാസ്റ്റ് സെക്ഷൻ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ മാസ് ഓഫ് ദ ഇലക്ട്രോൺ വരുന്നുണ്ട്. ഇതിന്ന് V² കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മാസ് ഓഫ് ദ ഇലക്ട്രോണിൻ്റെ വാല്യൂ 9.1 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാം എന്നുള്ളതാണ് കേട്ടോ. -31 ആണേ. 9.1 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാം. ഇതാണ് മാസ് ഓഫ് ദ ഇലക്ട്രോണിൻ്റെ വാല്യൂ. അതിവിടെ കൊടുക്കണം. എന്നിട്ട് V² V ഒക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് 12 mv² ഈക്വൽ ടു പറഞ്ഞിട്ട് വാല്യൂ കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് V² ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. V കണ്ടുപിടിക്കുക. ഇത്രയേ ഉള്ളൂ സ്പീഡ് കണ്ടുപിടിക്കുക എന്നിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻസ്. ഇതോടുകൂടി നമ്മുടെ എന്താ പറയുക, ഫിൻടെസ്റ്റ് 2 ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മളിപ്പോൾ നടത്തിയിട്ടുള്ളത്. ഇത് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നല്ല ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ബോർഡ് എക്സാം. അത് ലോക്കൽ പണ്ടത്തെ നമ്മളെ
കോവിഡിൻ്റെ കാലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നല്ല, നല്ല ക്ലിയർ കട്ടായിട്ട് നല്ല കാൽക്കുലേഷനുണ്ട്, ഡെറിവേഷൻസ് ഉണ്ട്, സൂപ്പറായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പബ്ലിക് എക്സാം ഫേസ് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി കാണാം നമുക്ക്. ഓൾ ദി ബെസ്റ്റ്.